മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് 2 ഫാർമസിസ്റ്റിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 1, കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ആസ്ബെസ്റ്റോസ്. ഓപ്ഷൻസിൽ സെല്ലുലോസ്, അലുമിനോസിലിക്കേറ്റ്, സിലിക്ക, കാർബൺ ഡൈ ഓക്സൈഡ്. സോ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ആസ്ബെസ്റ്റോസിൽ വരുന്ന എന്താണ്? അലുമിനോസിലിക്കേറ്റ് ആണ്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, which among the following is classified as a folate antagonist? ഓക്കെ, ഇതിലെ ഏത് ഡ്രഗാണ് ഫോളേറ്റ് അൻറ്റഗോണിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്? ഓപ്ഷൻസിൽ മെത്തോട്രിക്സൈറ്റ്, ക്യുനൈൻ, പ്രിമാക്വിൻ ആൻഡ് ക്ലോറോക്വിൻ. ക്യുനൈൻ, പ്രിമാക്വിൻ, ക്ലോറോക്വിൻ ഇതൊക്കെ ആൻറ്റി മലേറിയൽ ഡ്രഗാണ്. മെത്തോട്രിക്സൈറ്റ് ആണ് ഫോളേറ്റ് അൻറ്റഗോണിസ്റ്റ് കാറ്റഗറി വരുന്നത്. മെത്തോട്രിക്സൈറ്റ് ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗാണ്. അതുകൂടാതെ ഡിസീസ് മോഡിഫൈയിങ് ആൻറ്റി റുമറ്റോയിഡ് ഡ്രഗ്സ് ആയിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫോളേറ്റ് അൻറ്റഗോണിസ്റ്റ് ഡ്രഗിന് എക്സാമ്പിൾ ഏതാണ്? മെത്തോട്രിക്സൈറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗൈനക്കോമാസ്റ്റിയ മേ ബി ദ പോസിബിൾ സൈഡ് എഫക്റ്റ് ഓഫ് വൺ ഓഫ് ദി ഫോളോയിങ് ഡ്രഗ്. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻ മെയിൽസ് ആണ്. സോ ഗൈനക്കോമാസ്റ്റിയ ഇതിൽ ഏത് ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാനാണ് ചാൻസ്? ഓപ്ഷൻസിൽ കീറ്റോകോണസോൾ, ഓപ്ഷൻ ബി ബ്രോമോക്രിപ്റ്റിൻ, ഓപ്ഷൻ സി ക്ലോട്രിമസോൾ ആൻഡ് ഓപ്ഷൻ ഡി സൾഫോണമൈഡ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കീറ്റോകോണസോൾ ആണ്. കീറ്റോകോണസോൾ ഒരു ആൻറ്റി ഫംഗൽ ഡ്രഗ് ആണ്. കീറ്റോകോണസോൾ കൂടാതെ ഗൈനക്കോമാസ്റ്റിയ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഡ്രഗാണ് സിമെറ്റിഡിൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡയൂറിറ്റിക് ക്ലാസിഫിക്കേഷനിൽ വരുന്ന സ്പൈറനോലാക്ടോണും ഇതേപോലെ തന്നെ ഗൈനക്കോമാസ്റ്റിയ സൈഡ് എഫക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ കീറ്റോകോണസോൾ ആണ് ഗൈനക്കോമാസ്റ്റിയ സൈഡ് എഫക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഡ്രഗ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, when at least 51% share of a business organization are in the hand of a government is called public corporation, government company, public company and department organization. 51 ഷെയർ എങ്കിലും അറ്റ്ലീസ്റ്റ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഹാൻഡിലാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഗവൺമെൻറ് കമ്പനി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മെറിസ്റ്റിസിൻ ഇസ് എ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ്. മെറിസ്റ്റിസിൻ എന്ന് പറയുന്നത് ഇതിൽ ഏത് ക്രൂഡ് ഡ്രഗിൻ്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണെന്ന് നോക്കാം. എ സിന്നമൺ, ഓപ്ഷൻ ബി സെന്ന, ഓപ്ഷൻ സി നട്ട്മഗ് ആൻഡ് ഓപ്ഷൻ ഡി ഡിജിറ്റാലിസ്. മെറിസ്റ്റിസിൻ എന്ന് പറയുന്നത് നട്ട്മഗിലെ പ്രധാനപ്പെട്ട കണ്ടൻ്റാണ്. നട്ട്മഗ് എന്താണ്? ജാതിക്ക എന്നറിയപ്പെടുന്ന നട്ട്മഗിലെ പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് മെറിസ്റ്റിസിൻ. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 6, എ കാറ്റയോണിക് സർഫാക്റ്റൻറ്റ് ഈസ്. സർഫാക്റ്റൻസിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്, അനയോണിക്, കാറ്റയോണിക്, നോൺ അയണിക് എന്ന് പറഞ്ഞിട്ട്. സോ കാറ്റയോണിക് സർഫാക്റ്റൻറ്റിന് എക്സാമ്പിളാണ് ചോദ്യം. ഓപ്ഷൻ എ പോളിസോർബേറ്റ് 80, ഓപ്ഷൻ ബി സിട്രിമൈഡ്, ഓപ്ഷൻ സി സോഡിയം ഡോഡെക്കോണേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സോർബിറ്റാൻ മോണോ ഒലിയേറ്റ്. സിട്രിമൈഡ് ആണ് ഒരു കാറ്റയോണിക് സർഫാക്റ്റൻറ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. ആനയോണിക് സർഫാക്റ്റൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് സോഡിയം ലോറൈൽ സൾഫേറ്റ്. ഈ സോഡിയം ലോറൈൽ സൾഫേറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ HLB വാല്യൂ ഉള്ളത്. ഏകദേശം 40 ആണ്, 40 ആണ് അതിൻ്റെ HLB വാല്യൂ വരുന്നത്. HLB വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലിക് ലിപ്പോഫിലിക് ബാലൻസ്, അതാണ് HLB വാല്യൂ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട സർഫാക്റ്റൻസിൻ്റെ ഒക്കെ HLB വാല്യൂ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ സോഡിയം ലോറൈൽ സൾഫേറ്റിൻ്റെ ആണെങ്കിൽ 40, ഇനി ഒലീക് ആസിഡിൻ്റെ ആണെങ്കിൽ 1 ആണ് അതിൻ്റെ HLB വാല്യൂ ആയിട്ട് വരുന്നത്. സോ സിട്രിമൈഡ് ആണ് കാറ്റയോണിക് സർഫാക്റ്റൻസിന് ഏജൻറ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത്. സോഡിയം ലോറൈൽ സൾഫേറ്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ എക്സാമ്പിളാണ് ആനയോണിക് സർഫാക്റ്റൻറ്റ് ഏജൻസിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ട്വീൻസ്, സ്പാൻസ് ഒക്കെ എന്തിൽ വരും? നോൺ അയണിക് സർഫാക്റ്റൻസിൽ വരുന്നതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ ആൻസർ ഓപ്ഷൻ ബി വരും. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് മിൽ ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് സൾഫോണമൈഡ് ഡ്രഗ്? ഓപ്ഷൻസ് ബോൾ മിൽ, ഓപ്ഷൻ ബി കട്ടർ മിൽ, ഓപ്ഷൻ സി ഹാമർ മിൽ ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലൂയിഡ് എനർജി മിൽ. ഫ്ലൂയിഡ് എനർജി മിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൾഫോണമൈഡ് ഡ്രഗ്സ് എന്ത് ചെയ്യുന്നത്? ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇനി ഫ്ലൂയിഡ് എനർജി മില്ലിൻ്റെ പ്രിൻസിപ്പിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷൻ ആണ് അതിലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷൻ. ഇതേ ഇമ്പാക്റ്റ് തന്നെ അട്രീഷൻ ആണ് എന്തിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരിക? ബോൾ മില്ലിൻ്റെയും.
ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷൻ. ഇനി ഹാമർ മില്ലിൻ്റെയാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുന്നതെങ്കിൽ ഏത് മാത്രമേ വരത്തുള്ളൂ? ഇമ്പാക്റ്റ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ സൾഫോണമൈഡ് ഡ്രഗ് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് എനർജി മിൽ. ഫ്ലൂയിഡ് എനർജി മില്ലിൻ്റെയും ബോൾ മില്ലിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷൻ. ഹാമർ മില്ലിൻ്റെ ആണെങ്കിൽ ഇമ്പാക്റ്റ് മാത്രം. അടുത്ത ചോദ്യം, മെയിൽ ഓർഡർ ബിസിനസ് ഈസ് എന്ത് ടൈപ്പ് ബിസിനസ് ആണെന്ന് നോക്കാം. ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ് ബൈ പോസ്റ്റ്, ഡയറക്റ്റ് സെല്ലിംഗ് ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. മെയിൽ ഓർഡർ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? റീറ്റെയിൽ ട്രേഡ് ബൈ പോസ്റ്റിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഡ്രഗ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്, അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ വീക്ക് ആസിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ സൾഫ്യൂരിക് ആസിഡ്, HCl, HNO3, ബോറിക് ആസിഡ് കാണും. ബോറിക് ആസിഡ് ആണ് വീക്ക് ആസിഡ്. സോ ഈ ബോറിക് ആസിഡിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൂഡ് ഡ്രഗ് ഇതിലുണ്ട്. ഏതാന്ന് നോക്കാം. ഓപ്ഷൻ എ ടർമറിക്, ഓപ്ഷൻ ബി ബെൻസോയിൻ, ഓപ്ഷൻ സി മിർ ആൻഡ് ഓപ്ഷൻ ഡി ടുലു ബാൽസം. ടർമറിക് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ടർമറിക്കിന് എന്ത് പേരുണ്ട്? അതിൻ്റെ സിനോണിമ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ സാഫ്രോൺ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് എന്ത്? ടർമറിക്. അതേപോലെ തന്നെ ടർമറിക്കിൻ്റെ ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സിഞ്ചിബറേസിയ ഫാമിലിയിലാണ് ടർമറിക് ഉൾപ്പെടുന്നത്. ജിഞ്ചറിൻ്റെ ഫാമിലിയും എന്താണ്? സിഞ്ചിബറേസിയ ഫാമിലിയാണ്. അതോടൊപ്പം തന്നെ ഏലക്ക അതായത് കാർഡമത്തിൻ്റെ ഫാമിലിയും എന്ത് തന്നെയാണ്? സിഞ്ചിബറേസിയ ഫാമിലിയാണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വരും. ടർമറിക് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ബോറിക് ആസിഡ്. ഇറ്റ്സ് സിനോണിമസ് ഇന്ത്യൻ സാഫ്രോൺ. ഇറ്റ്സ് ബിലോങ് ടു ദ ഫാമിലി സിഞ്ചിബറേസിയ. അടുത്ത ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി ഈസ് മെഷേർഡ് ബൈ. ഓപ്ഷൻസ് സോൾവൻസി റേഷ്യോ, ഓപ്ഷൻ ബി ലിക്വിഡിറ്റി റേഷ്യോ, ഓപ്ഷൻ സി ആക്ടിവിറ്റി റേഷ്യോ ആൻഡ് ഓപ്ഷൻ ഡി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. എന്തായിരിക്കും? ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എന്താണ്? ഒരു ഫേമിൻ്റെ എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഡ്രഗ് വിച്ച് ഇൻക്രീസസ് ദി റെസ്പിറേറ്ററി ട്രാക്ട് ഫ്ലൂയിഡ് ഈസ്. അതായത് റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ വോളിയം കൂട്ടി അതിലൂടെ സ്പ്യൂട്ടത്തിനെ കഫിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഡ്രഗ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ എക്സ്പെക്ടോറൻറ്റ്, ഓപ്ഷൻ ബി ലിഞ്ചസ്, ഓപ്ഷൻ സി ലാക്സേറ്റീവ്, ഓപ്ഷൻ ഡി സിറപ്പ്. ഏതായിരിക്കും? എക്സ്പെക്ടോറൻസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. എക്സ്പെക്ടോറൻസ് ആണ് നമ്മൾ പ്രൊഡക്റ്റീവ് കഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്തായിരിക്കും? എപ്പോഴും എക്സ്പെക്ടോറൻസ് ആയിരിക്കും. അതേസമയം ആൻറ്റിറ്റസീവ്സ് ആണെങ്കിൽ നമ്മൾ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഡ്രൈ കഫിനായിരിക്കും. രണ്ടിൻ്റെയും മെക്കാനിസവും ആക്ഷനും വ്യത്യാസമാണ്. എക്സ്പെക്ടോറൻസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇൻക്രീസിങ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഫ്ലൂയിഡ് ആണെങ്കിൽ ആൻറ്റിറ്റ്യൂസീവ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ദേ വിൽ സപ്രസ് ദി കഫ് സെൻറ്റർ. കൊഡീനൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ആൻറ്റിറ്റ്യൂസീവ് ഡ്രഗിന്. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻസർ ഓപ്ഷൻ എ എക്സ്പെക്ടോറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിക്കസർ ഗ്ലൈക്കോസൈഡ് ഓഫ് ഡിജിറ്റോക്സിൻ. നമുക്കറിയാം ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ് ഡിജിറ്റോക്സിൻ. സോ ഇതിൻ്റെ പ്രിക്കസർ ഗ്ലൈക്കോസൈഡ് ഏതാണ്? പെർപ്യൂറോ ഗ്ലൈക്കോസൈഡ് എ ആയിരിക്കുമോ അതോ പെർപ്യൂറോ ഗ്ലൈക്കോസൈഡ് ബി ആയിരിക്കുമോ? ഓപ്ഷൻ സിയിൽ ലെനാറ്റോസൈഡ് എ ഉണ്ട്, ഓപ്ഷൻ ഡി ലെനാറ്റോസൈഡ് ബി ഉണ്ട്. അതല്ല, പെർപ്യൂറോ ഗ്ലൈക്കോസൈഡ് എ ആണ് ഡിജിറ്റോക്സിൻ്റെ പ്രിക്കസർ ഗ്ലൈക്കോസൈഡായിട്ട് വരിക. ഓക്കെ, ഡിജിറ്റാലിസിൻ്റെ ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രോഫുലറേസിയ ഫാമിലിയിലാണ് ഡിജിറ്റാലിസ് വിടുന്നത്. കാർഡിയോട്ടോണിക് ആണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ലീവ്സ് ഡ്രൈ ചെയ്യുന്ന ടെമ്പറേച്ചറും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 60 ഡിഗ്രി സെൽഷ്യസിലാണ് അത് ഡ്രൈ ചെയ്യേണ്ടത്. പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയിൽ കൂടാൻ പാടില്ല എന്നും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നോട്ട് മോർ ദാൻ 5%. സോ ഇതാണ് പെർപ്യൂറോ ഗ്ലൈക്കോസൈഡ് എ ആണ് ഡിജിറ്റോക്സിൻ്റെ പ്രിക്കസർ. അടുത്ത ചോദ്യം, അലോ കണ്ടെയ്ൻ ബാർബലോയിൻ വിച്ച് ഈസ് എ സി ഗ്ലൈക്കോസൈഡ്, എസ് ഗ്ലൈക്കോസൈഡ്, ഡി ഗ്ലൈക്കോസൈഡ്, എച്ച് ഗ്ലൈക്കോസൈഡ്. ഏതായിരിക്കും? അലോയിലുള്ള ബാർബലോയിൻ എന്ന് പറയുന്നത് സി ഗ്ലൈക്കോസൈഡിന് എക്സാമ്പിളാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. മോഡിഫൈഡ് ബോൺ ട്രാഗേഴ്സ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ഗ്ലൈക്കോസൈഡിന് എക്സാമ്പിളാണ് സിനിഗ്രി. ഓക്കെ, ഇനി ഓ ഗ്ലൈക്കോസൈഡിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് റുബാർബ്, സെന്ന പോലുള്ള ക്രൂഡ് ഡ്രഗ്സ് ഒക്കെ.
ഓക്കെ. സോ O ഗ്ലൈക്കോസൈഡിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ റുബാർബസ് എന്ന. അലോയിലുള്ള ബാർബലോയിൻ എന്തിന് എക്സാമ്പിളാണ്? C ഗ്ലൈക്കോസൈഡ് ആണ്. അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് മോഡിഫൈഡ് ബോണ്ട് ട്രാഗേഴ്സ് ടെസ്റ്റ്. S ഗ്ലൈക്കോസൈഡിന് എക്സാമ്പിൾ ആണ് സിനിഗ്രീൻ. ഓക്കെ. സോ 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ C ഗ്ലൈക്കോസൈഡ്. അടുത്ത ചോദ്യം ആൻ എക്സാമ്പിൾ ഓഫ് കോളിനോമിമെറ്റിക് ആൽക്കലോയിഡ്. ഓക്കെ. ഓപ്ഷൻ എ പൈലോകാർപ്പിൻ, ഓപ്ഷൻ ബി മെഥാകോളിൻ, ഓപ്ഷൻ സി നിയോസ്റ്റിഗ്മിൻ ആൻഡ് ഓപ്ഷൻ ഡി കാർബക്കോൾ. ഓക്കെ. കോളിനോമിമെറ്റിക് ആൽക്കലോയിഡ് ആണ് എന്ത്? പൈലോകാർപ്പിൻ. ഓപ്ഷൻ എ വരും. ഇനി മെഥാകോളിനും കാർബക്കോളൊക്കെ എന്താണ്? കൊളീൻ എസ്റ്റർ കാറ്റഗറിയിൽ വരുന്നതാണ്. കൊളീൻ എസ്റ്റർ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി നിയോസ്റ്റിഗ്മിൻ എന്ന് പറയുന്ന ഡ്രഗ് എവിടെ വരുന്നതാണ്? ഇത് ആൻറ്റി കോളിനെസ്ട്രേസ് ആണ്. റിവേഴ്സിബിൾ ആൻറ്റി കോളിനെസ്ട്രേസ് കാറ്റഗറിയിൽ വരുന്നതാണ് നിയോസ്റ്റിഗ്മിൻ. നമ്മളോടുള്ള ചോദ്യം കോളിനോമിമെറ്റിക് ആൽക്കലോയിഡ് ഏതെന്നായിരുന്നു? പൈലോകാർപ്പിൻ. പൈലോകാർപ്പിൻ്റെ യൂസും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂക്കോമയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഗ്ലൂക്കോമ? ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുന്ന അവസ്ഥ. സോ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ബീറ്റ ബ്ലോക്കർ വിത്ത് മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റി. ഓക്കെ. ഓപ്ഷൻ എ പ്രൊപ്രനോൾ, ഓപ്ഷൻ ബി ടിമലോൾ, ഓപ്ഷൻ സി അറ്റനലോൾ ആൻഡ് ഓപ്ഷൻ ഡി എസ്മലോൾ. പ്രൊപ്രനോളിനാണ് ബീറ്റ ബ്ലോക്കർ വിത്ത് മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റി ഉള്ളത്. പ്രൊപ്രനോൾ നോൺ കാർഡിയോ സെലക്റ്റീവ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ കാർഡിയോ സെലക്റ്റീവ് ഡ്രഗ് ആണ്. അതേപോലെ തന്നെ ആസ്മ പേഷ്യൻസിൽ എന്താണ്? കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ആസ്മ പേഷ്യൻസ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഓക്കെ. സോ ബീറ്റ ബ്ലോക്കർ വിത്ത് മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റി ആർക്കാണുള്ളത്? പ്രൊപ്രനോളിലാണുള്ളത്. ഇറ്റ് ഇസ് എ നോൺ കാർഡിയോ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. കൂടാതെ ഇറ്റ് ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ആസ്മ. അടുത്ത ചോദ്യം എ ജേർണൽ ഈസ് എ ബുക്ക് ഓഫ്. ഒറിജിനൽ എൻട്രി, ഓപ്ഷൻ ബി സെക്കൻഡറി എൻട്രി, ഓപ്ഷൻ സി ക്യാഷ് ട്രാൻസാക്ഷൻ, ഓപ്ഷൻ ഡി പെറ്റി ക്യാഷ് ട്രാൻസാക്ഷൻ. ഏതായിരിക്കും? ജേർണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. ഇനി ലെഡ്ജർ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്? സെക്കൻഡറി എൻട്രി ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഒറിജിനൽ എൻട്രി. എ ജേർണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ എ റെസിൻ വിച്ച് ഈസ് ഓഫ് ആൻ ആനിമൽ ഒറിജിൻ. ഓപ്ഷൻ എ ബെൻസോയിൻ, ഓപ്ഷൻ ബി ഷെല്ലാക്, ഓപ്ഷൻ സി ഗ്ലൈക്കോറെസിൻ ആൻഡ് ഓപ്ഷൻ ഡി ഗുജുറെസിനോൾ. ഏതായിരിക്കും? ഷെല്ലാക്ക് ആണ് ആനിമൽ ഒറിജിൻ ആയിട്ടുള്ള ഒരു റെസിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. ഷെല്ലാക്കും സീനൊക്കെ നമ്മൾ ടാബ്ലറ്റ് കോട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സീൽ കോട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. സീൽ കോട്ടിങ്ങിൽ നമ്മൾ മോയ്സ്ചർ പെനിട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സീൽ കോട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നൊരു കോട്ടിംഗ് മെറ്റീരിയലാണ് ഷെല്ലാക്ക് ആൻഡ് ദാറ്റ് ഈസ് an resin of animal origin. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വെയിൻ ഐലറ്റ്സ് നമ്പർ ഓഫ് ഡിജിറ്റാലിസ് പർപ്യൂറ. ഈ ഡിജിറ്റാലിസയുടെ തന്നെ പല സ്പീഷീസ് ഉണ്ട്. ഡിജിറ്റാലിസ് പർപ്യൂറ ഉണ്ട്, ഡിജിറ്റാലിസ് തപ്സി ഉണ്ട്. സോ ഡിജിറ്റാലിസ് പർപ്യൂറയുടെ വെയിൻ ഐലറ്റ്സ് നമ്പർ ആണ് ചോദ്യം. ഓപ്ഷൻ എ 8 to 12, ഓപ്ഷൻ ബി 15 to 26, ഓപ്ഷൻ സി 2.5 to 4.2 ആൻഡ് ഓപ്ഷൻ ഡി 19 to 23. 2.5 മുതൽ 4.2 വരെ വരും വെയിൻ ഐലറ്റ്സ് നമ്പർ ഓഫ് ഡിജിറ്റാലിസ് പർപ്യൂറ. അടുത്ത ക്വസ്റ്റ്യൻ ദ പ്ലാന്റ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് മോസ്കിറ്റോ കോയിൽ. അതായത് അപ്പം ഇൻസെക്ട് റിപ്പല്ലൻ്റ് ആക്ടിവിറ്റി ഉള്ള ഒരു പ്ലാന്റ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ റവോൾഫിയ, ഓപ്ഷൻ ബി ഇർഗട്ട്, ഓപ്ഷൻ സി പൈറിത്രം, ഓപ്ഷൻ ഡി അക്കോണൈറ്റ്. ഏതിനായിരിക്കും മോസ്കിറ്റോ റിപ്പലൻ്റ് ആക്ടിവിറ്റി ഉള്ളത് അല്ലെങ്കിൽ മോസ്കിറ്റോ കോയിൽസിലൊക്കെ യൂസ് ചെയ്യുന്നത്? പൈറിത്രമാണ്. ഇതിൻ്റെ ഫാമിലി ഒന്ന് അറിഞ്ഞിരിക്കുക. കോമ്പോസിറ്റെ ഫാമിലിയിലാണ് ഇത് വരുന്നത്. കോമ്പോസിറ്റെ. റവോൾഫിയ എന്താണ്? അതിലുള്ള റിസർപ്പിൻ നമുക്ക് ആൻറ്റി ഹൈപ്പർടെൻസീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇൻഡോൾ ആൽക്കലോയിഡ് ആണ്. അപ്പോസൈനേസിയ ഫാമിലിയിലാണത് പെടുന്നത്. ഓക്കെ. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി പൈറിത്രം. അക്കോണൈറ്റിനെ നമ്മൾ അതിൻ്റെ സിനോണിം ഇമ്പോർട്ടൻ്റ് ആണ്. മോങ്സ് ഹുഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മോങ്സ് ഹുഡ്. ഓപ്ഷൻ ഡി. അക്കോണൈറ്റ് എന്താണ്? മോങ്സ് ഹുഡ് ആണ്. ഡൈടെർപ്പീൻ ആൽക്കലോയിഡ് ആണ് അതിലുള്ളത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈടെർപ്പീൻ ആൽക്കലോയിഡ് ഉള്ള ഡ്രഗാണെന്ത്? അക്കോണൈറ്റ്.
ഓപ്ഷൻ ഡി വരുന്ന അക്കോണൈറ്റ്. ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി പൈറിത്രം. അടുത്ത ചോദ്യം, റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ലെക്കിത്തിൻ ഒരു സർഫാക്റ്റന്റ് ഏജന്റ് ആണ്. മീറ്റ്, എഗ് യോക്ക്, ഫിഷ് ആൻഡ് മിൽക്ക്. എഗ് യോക്കിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും ലെക്കിത്തിൻ ഒരു റിച്ച് സോഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മെവലോണിക് ആസിഡ് ഫോർമുലേഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ വിച്ച് എൻസൈം? ഓപ്ഷൻ എ അസറ്റൈൽ കോയെ, ഓപ്ഷൻ ബി മെവലോണൈറ്റ് കൈനേസ്, ഓപ്ഷൻ സി HMG-CoA റിഡക്ടേസ് ആൻഡ് ഓപ്ഷൻ ഡി ഫോസ്ഫോമെവലോണൈറ്റ്. ഏതാണ്? സ്റ്റാറ്റിൻസ് ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാണ്? HMG-CoA റിഡക്ടേസ് ആണ്. സോ ദാറ്റ് ഈസ് ദി മെവലോണിക് ആസിഡ് ഫോർമേഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം. അപ്പോൾ ഏതാണ്? HMG-CoA റിഡക്ടേസ് ആണ്. ഇതിൽ വരുന്ന ഡ്രഗാണ്. സ്റ്റാറ്റിൻ കാറ്റഗറീസ് ഓഫ് ഡ്രഗ് എല്ലാം ഇതിൽ വരുന്നതാണ്. ഓർത്തിരിക്കുക, സ്റ്റാറ്റിൻസ് എല്ലാം കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി ആണ്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ സ്റ്റാറ്റിൻസിൻ്റെ പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റ് പറഞ്ഞിരിക്കുക റാബ്ഡോമയോലൈസിസ് എന്ന് പറയും. റാബ്ഡോമയോലൈസിസ് മസിൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. ഹൈപ്പോലിപ്പിഡിമിക് ഡ്രഗാണ്. ഓക്കെ, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. റാബ്ഡോമയോലൈസ് ആണ് പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ്. അത് ഏത് എൻസൈമിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? HMG-CoA റിഡക്ടേസ്. ആൻഡ് ദാറ്റ് എൻസൈം വിൽ കാറ്റലൈസ് ദി മെവലോണിക് ആസിഡ് ഫോർമേഷൻ. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ എൻസൈം റിഫേർഡ് ആസ് എ സ്പ്രെഡിംഗ് ഫാക്ടർ. ഓപ്ഷൻ എ ഹെപ്പാരിൻ, ഓപ്ഷൻ ബി കോൺഡ്രോയിറ്റിൻ, ഓപ്ഷൻ സി ഹയലോയൂറോണേസ് ആൻഡ് ഓപ്ഷൻ ഡി ഐഡ്യൂറോണിക് ആസിഡ്. ഏതായിരിക്കും? ഹയലോയൂറോണേസിനെയാണ് നമ്മൾ സ്പ്രെഡിംഗ് ഫാക്ടർ എന്നറിയപ്പെടുന്ന എൻസൈം. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23, ദ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ വേറൊരു പേര് അറിഞ്ഞിരിക്കണം, സെൻട്രൽ കൗൺസിൽ എന്ന് പറയപ്പെടുന്നതും എന്തിനെ തന്നെയാണ്? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യനെയാണ്. ഓക്കെ, സോ സെൻട്രൽ കൗൺസിൽ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ എക്സ് ഒഫീഷ്യോ മെമ്പറിനകത്ത് ആരാന്ന് പറയണം. ടീച്ചർ ഇൻ ഫാർമക്കോളജി, മെമ്പർ ഫ്രം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് UGC അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഡയറക്ടർ ഓഫ് CDL. ആരായിരിക്കും ഇതിനകത്ത് എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് വരിക? ഡയറക്ടർ ഓഫ് CDL ആണ്, അതായത് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. ഇതിൻ്റെ ലൊക്കേഷനും അറിഞ്ഞിരിക്കുക കൊൽക്കട്ടയാണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. CDLൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? കൊൽക്കട്ടയിലാണ്. ആൻഡ് ഡയറക്ടർ ഓഫ് CDL ആക്ട് ആസ് ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. കൂടാതെ നമുക്ക് DGHS വരുന്നുണ്ട്. DGHS എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. ആളും എക്സ് ഒഫീഷ്യോ മെമ്പറിൽ വരുന്നുണ്ട്. ആള് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇവിടുത്തെ ചെയർമാൻ കൂടിയാണ്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ കൗൺസിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എത്ര വർഷം കൂടുമ്പോഴാണ്? 5 വർഷം കൂടുമ്പോഴാണ്. സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും 5 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് DTAB അഥവാ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ്. അത് പക്ഷേ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എത്ര വർഷം കൂടുമ്പോഴാണ്? 3 വർഷം കൂടുമ്പോഴാണ്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഡയറക്ടർ ഓഫ് CDL കൊൽക്കട്ട. അടുത്ത ചോദ്യം, കസീൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്, നമുക്കറിയാം മിൽക്ക് പ്രോട്ടീൻ ആണ് കസീൻ അല്ലേ? ന്യൂക്ലിയർ പ്രോട്ടീൻ ആണോ? ഫോസ്ഫോ പ്രോട്ടീൻ ആണോ? ഓപ്ഷൻ സി ക്രോമോ പ്രോട്ടീൻ ആൻഡ് ഓപ്ഷൻ ഡി ലിപ്പോ പ്രോട്ടീൻ. ഇതൊരു ഫോസ്ഫോ പ്രോട്ടീൻ ആണ്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 25, ആൻറ്റിജനിക് പ്രിപ്പറേഷൻസ് മെയ്ഡ് ഫ്രം എക്സ്ട്രാ സെല്ലുലാർ ടോക്സിൻസ്. ഓപ്ഷൻ എ വാക്സിൻ, ഓപ്ഷൻ ബി ടോക്സോയിഡ്സ്, ഓപ്ഷൻ സി എൻഡോടോക്സിൻ ആൻഡ് ഓപ്ഷൻ ഡി സെറ. ഏതാണ് കറക്റ്റ് ആൻസർ? ടോക്സോയിഡ്സ് ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇപ്പം ഈ സെറയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സെറാസ്, വാക്സിൻസ്, ടോക്സോയിഡ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. അതെവിടെയാണ്? കസൗളിയിലാണ്. ഓക്കെ, നാഷണൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണത്, കസൗളിയിലാണത് ടെസ്റ്റ് ചെയ്യുന്നത്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കസൗളിയിൽ. ഓപ്ഷൻ സെറ, വാക്സിൻസ്, ടോക്സോയിഡ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി ഏതാണ്? കസൗളിയിലുള്ള സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ടോക്സോയിഡ്സ് ആണ്. എൻസൈം വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലുക്കീമിയ. ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസറിന് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? യൂറോകൈനേസ്, സ്ട്രെപ്റ്റോകൈനേസ്, അസ്പാർജിനേസ്, പെപ്സിൻ. ഏതായിരിക്കും?
അസ്പാർജിനേസ്. എൽ അസ്പാർജിനേസ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ലുക്കീമിയയിൽ യൂസ് ചെയ്യുന്ന എൻസൈം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 27. എ ഡ്രഗ് കൺസിസ്റ്റ് ഇൻ ഫുൾ ഓർ ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഫിൽത്തി, പുട്രിഡ് ഓർ ഡീകമ്പോസ്ഡ് സബ്സ്റ്റൻസ്. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം നമ്മൾ അതിനെ എന്ത് വിളിക്കും? അഡൾട്ടേഡ് ഡ്രഗ് ആയിരിക്കുമോ, സ്പ്യൂരിയസ് ഡ്രഗ് ആയിരിക്കുമോ, മിസ്ബ്രാൻഡഡ് ഡ്രഗ് ആയിരിക്കുമോ, പേറ്റന്റ് ഡ്രഗ് ആയിരിക്കുമോ? പേറ്റന്റ് ഡ്രഗ് അല്ല. അഡൾട്ടേഡ് ആയിരിക്കുമോ, സ്പ്യൂരിയസ് ആയിരിക്കുമോ, മിസ്ബ്രാൻഡഡ് ആയിരിക്കുമോ? അഡൾട്ടേഡ് ഡ്രഗിൻ്റെ ഡെഫിനേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്രഗിൽ ഒന്നെങ്കിൽ ഫുള്ളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം ഫിൽത്തി അല്ലെങ്കിൽ പുട്രിഡ് അല്ലെങ്കിൽ ഡീകമ്പോസ്ഡ് സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഹാംഫുള്ളുമാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് കാറ്റഗറിയിൽ പെടുന്ന ഡ്രഗാണ്? അഡൾട്ടേഡ് ഡ്രഗാണ്. ഇനി മിസ്ബ്രാൻഡഡ് ഡ്രഗ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ലേബലിംഗ് ഒന്നും കറക്റ്റായിട്ടല്ല ചെയ്തിട്ടുള്ളെങ്കിൽ, നോട്ട് ലേബിൾഡ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് മാനർ, എന്തായിരിക്കും അത്? മിസ്ബ്രാൻഡഡ് ഡ്രഗ് ആയിരിക്കും. എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു ഇമിറ്റേഷൻ ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സ്പ്യൂരിയസ് ഡ്രഗ് എന്ന് പറയാം. മറ്റേതെങ്കിലും ഡ്രഗിൻ്റെ പക്ക കോപ്പിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമിറ്റേഷൻ പോലെ എടുക്കുവാണെങ്കിൽ അത് സ്പ്യൂരിയസ് ഡ്രഗ് ആണ്. സോ ഓപ്ഷൻ എ അഡൾട്ടേഡ് ഡ്രഗ് ആണ് കറക്റ്റ് ആൻസർ. The standards of disinfectant fluids comes under which schedule? O ആണ് കറക്റ്റ് ആൻസർ. ഷെഡ്യൂൾ എം എന്ന് പറയുന്നത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ തന്നെ M1, M2, M3 അതും ഇമ്പോർട്ടൻ്റ് ആണ്. M1 എന്ന് പറയുന്നത് ഹോമിയോപ്പതിക് മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ് M2 എന്ന് പറയുന്നത് കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട GMP ആണ്. ആൻഡ് M3 എന്ന് പറയുന്നത് മെഡിക്കൽ ഡിവൈസസുമാണ്. ഓക്കെ, ഇനി ഷെഡ്യൂൾ N എന്തായിരിക്കും? അതായത് മിനിമം സ്റ്റാൻഡേർഡ്സ് ഓർ എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ഫോർ റണ്ണിങ് എ ഫാർമസി, അതാണ് ഷെഡ്യൂൾ Nൽ പറയുന്നത്. ആൻഡ് ഷെഡ്യൂൾ P ആണെങ്കിൽ ലൈഫ് പീരിയഡ് ഓഫ് എ ഡ്രഗ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ, ഷെഡ്യൂൾ O. Which vitamin is known as anti-sterility factor? Vitamin K, vitamin D, vitamin E and vitamin A. ഏതായിരിക്കും? വൈറ്റമിൻ ഇ ആണ് നമ്മൾ ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈറ്റമിൻ കെ എന്താണ്? മെനാഡയോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ ഡി നമ്മൾ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടും. നമുക്ക് സൂര്യപ്രകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടും അല്ലേ. സോ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഡിസോർഡർ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കുക. വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി നമുക്ക് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കും. ഇനി വൈറ്റമിൻ ഡി ആണെങ്കിൽ ചിൽഡ്രൻസിൽ ഉണ്ടാക്കുന്നത്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻസ് ആണെങ്കിൽ നമുക്ക് റിക്കറ്റ്സ് ഉണ്ടാക്കും. ആൻഡ് ഇതേപോലെ തന്നെ അഡൽട്ടിലാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഓസ്റ്റിയോമലാസിയ ഉണ്ടാക്കും. ഓസ്റ്റിയോമലാസിയ ഇതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. നമ്മൾ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ഫെനിറ്റോയിൻ എടുക്കുമ്പം വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയും നമുക്ക് ഓസ്റ്റിയോമലാസിയ വരാം. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ സാധാരണയായിട്ട് കൂടുതൽ കേട്ടിരിക്കുന്നത് ഐസോനിയാസിഡ് ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ വൈറ്റമിൻ B6 അഥവാ പിറിഡോക്സിൻ എടുക്കണം, പെരിഫറൽ ന്യൂറോപ്പതി അവോയ്ഡ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആയ ഫെനിറ്റോയിൻ എടുക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനെ അത് എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓസ്റ്റിയോമലാസിയ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ 29th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി വരും. വൈറ്റമിൻ എ എന്തായിരിക്കും? കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഡെഫിഷ്യൻസി നമ്മൾ സിറോഫ്താൽമിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. സിറോഫ്താൽമിയ. ഇനി അഡൽട്ടിലാണെങ്കിൽ എന്തുണ്ടാക്കും? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കും. നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 29th ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി. Sodium chloride injection IP contains 0.9% sodium chloride, 0.1% sodium chloride, 0.86% sodium chloride and 0.45% sodium chloride. ഏതായിരിക്കും? 0.9% സോഡിയം ക്ലോറൈഡ് ആണ് സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ IP-ക്കകത്തുള്ളത്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. An opaque covering agent used in the bleaches. ഒപ്പേക്ക് കവറിംഗ് ഏജൻറ്റ് ഏതായിരിക്കും? കാറ്റക്കോൾ, ക്യുനോളിൻ, ടൈറ്റാനിയം ഡയോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. ടൈറ്റാനിയം ഡയോക്സൈഡ് TiO2 എന്നറിയപ്പെടുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്
പാസിഫയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഓട്ടോക്ലേവിംഗ് ഓഫ് ആംബ്യൂൾ ഇൻ എ ഡൈ ബാത്ത് അസ് ക്ലാരിറ്റി ടെസ്റ്റിംഗ്, പൈറോജൻ ടെസ്റ്റിംഗ്, ലീക്കർ ടെസ്റ്റിംഗ്, സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്. ഏത് ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഓട്ടോക്ലേവിംഗ് ഓഫ് ആംബ്യൂൾ ഇൻ എ ഡൈ ബാത്ത് ചെയ്യുന്നത്? ലീക്കർ ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഹൈ കൗണ്ട് ഓഫ് WBC അഥവാ ലൂക്കോസൈറ്റ് അത് പറഞ്ഞിരിക്കണം. ഈ WBC എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടില്ല എന്ന് വിചാരിക്കുന്നത്. ലൂക്കോസൈറ്റ് എന്ന് ചോദിച്ചാലും WBC തന്നെയാണ്. RBC ആണെങ്കിൽ എർത്രോസൈറ്റ് എന്നും പറയും. സോ ഹൈ കൗണ്ട് ഓഫ് WBC ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഇൻഫ്ലുവൻസ, മീസിൽസ്, ലുക്കീമിയ, ടൈഫോയിഡ്. ഏതായിരിക്കും? ലുക്കീമിയയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് WBC കൗണ്ട് കൂടുന്നത്. ആ ലുക്കീമിയയുടെ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു എൻസൈം ആണ് നമ്മൾ മുമ്പേ പറഞ്ഞ L-asparginase. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ആൻഡ് എക്സാമ്പിൾ ഓഫ് ആന്റി ഓക്സിഡന്റ്: കഫീൻ, ഒറിനേസ്, ഡോക്സിഡാൻ, ഗാലിക് ആസിഡ്. ഗാലിക് ആസിഡ് ആണ് ആന്റി ഓക്സിഡന്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഗാലിക് ആസിഡ് കൂടാതെ ആന്റി ഓക്സിഡൻസിന് എക്സാമ്പിൾ ഏതൊക്കെ വരുന്നുണ്ട്? മറ്റ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ BHT എന്താണത്? ബ്യൂട്ടൈൽ ഹൈഡ്രോക്സി ടുളുവിൻ. അതേപോലെ തന്നെ ബീറ്റൈൽ ഹൈഡ്രോക്സി അനിസോൾ, അതും എന്താണ്? ആന്റി ഓക്സിഡന്റ് ആണ്. ടോക്കോഫെറോൾ അഥവാ നമ്മുടെ വൈറ്റമിൻ ഇയും എന്തിന് എക്സാമ്പിൾ ആണ്? ആന്റി ഓക്സിഡന്റിന് എക്സാമ്പിൾ ആണ്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി ഈസ് ആൾസോ ആൻ എക്സാമ്പിൾ ഫോർ ആന്റി ഓക്സിഡൻസ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ഗാലിക് ആസിഡ്. അടുത്ത ചോദ്യം: ഐസോട്ടോണിക് വെഹിക്കിൾ യൂസ്ഡ് ടു പ്രിപ്പയർ ഒഫ്താൽമിക് സൊല്യൂഷൻ. ഓപ്ഷൻ എ ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ഓപ്ഷൻ ബി പോളിസോർബേറ്റ് 20, ഓപ്ഷൻ സി ഡൈഒക്ടൈൽ സോഡിയം ആൻഡ് ഓപ്ഷൻ ഡി 1.9% ബോറിക് ആസിഡ്. ഇതിൽ ഐസോട്ടോണിക് വെഹിക്കിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് 1.9% ബോറിക് ആസിഡ് ആണ്. ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഒക്കെ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രിസർവേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? പ്രിസർവേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? 1.9% ബോറിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 36: റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഡ്രഗ് റിസൾട്ട് ഇൻ സെൽ റിസപ്റ്റർ ബ്ലോക്കേജ്. ദിസ് ഈസ് നോൺ ആസ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മരുന്ന് എടുക്കുന്ന വഴി ആ സെൽ റിസപ്റ്ററെ അങ്ങ് എന്താകുന്നു? ബ്ലോക്ക് ആകുന്നു. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ടാക്കിഫിലാക്സിസ്, ടോളറൻസ്, ഇഡിയോസിൻക്രസി, സൈനർജിസം. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ടാക്കിഫിലാക്സ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇതിനൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് വരുന്നത് നമ്മുടെ ഈ ഓക്സിമെറ്റസോളിൻ, സൈലോമെറ്റസോളിൻ പോലുള്ള നേസൽ ഡ്രോപ്സ് ഉണ്ടല്ലോ നമ്മൾ മൂക്കടപ്പിന് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ സെൽ റിസപ്റ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ബ്ലോക്ക് ആകും. നമുക്ക് എഫക്റ്റീവിനെ കിട്ടാതെ വരും. അതാണ് ടാക്കിഫിലാക്സിസ് എന്ന് പറയുന്നത്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ വേണം നമ്മൾ മരുന്ന്. അതായത് എപ്പോഴും മൂക്ക് അടയുമ്പോൾ എപ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മരുന്ന് ഒഴിച്ചുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? ടാക്കിഫിലാക്സിസ് വരും. ഓക്കെ. പിന്നെ ഇഡിയോസിൻക്രസി എന്താണ്? ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ADRനെ പറയുന്ന പേരാണെന്ത്? ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ADRൽ വരുന്നതാണെന്ത്? ഇഡിയോസിൻക്രസി. ഈ ADR തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ടൈപ്പ് A ഉണ്ട്, ടൈപ്പ് B ഉണ്ട്. ടൈപ്പ് A ADR എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് ടൈപ്പ് അഥവാ പ്രഡിക്റ്റബിൾ ആണ്. ടൈപ്പ് B ADR ആണെന്ത്? ഡിസാരി റിയാക്ഷൻ അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ വരുന്നത്. ഈ ഇഡിയോസിൻക്രസി ഒക്കെ എന്തിൽ വരുന്നതാണ്? ടൈപ്പ് B ADRന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇഡിയോസിൻക്രസി ഏത് ടൈപ്പ് ADRൽ വരുന്നതാണ്? ടൈപ്പ് B ADRൽ വരുന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ അലർജി, അനൈഫിലാക്സിസ് ടൈപ്പ് Bയിൽ വരുന്ന മറ്റ് റിയാക്ഷൻസ് ആണ്. ഏതൊക്കെ വരും? അലർജി, അനൈഫിലാക്സിസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? ടൈപ്പ് B ADRൽ വരുന്നതാണ്. ടൈപ്പ് A ADRൽ വരുന്ന ഏതൊക്കെയായിരിക്കും? എക്സസീവ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ്, സെക്കൻഡറി ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഒക്കെ എന്തിൽ വരുന്നതാണ്? ടൈപ്പ് A ADR അഥവാ ഓഗ്മെന്റഡ് അഥവാ പ്രെഡിക്റ്റബിൾ വരുന്നതാണ്. അതിൽ നിന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇൻസുലിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ, അപ്പം ഇൻസുലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ADR ആണ് അല്ലേ? സോ ദാറ്റ് കംസ് അണ്ടർ ടൈപ്പ് A. അതേസമയം ഇഡിയോസിൻക്രാറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്തല്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ ദാറ്റ് കംസ് അണ്ടർ ടൈപ്പ് B. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ A ടാക്കിഫിലാക്സിസ്. സ്റ്റെറിലൈസേഷൻ ബൈ ഓട്ടോക്ലേവിംഗ് ഡ്രൈ ഹീറ്റിൽ വരുന്നതാണോ? അല്ല. ഡ്രൈ ഹീറ്റിൽ വരുന്ന എന്താണ്? ഹോട്ട് എയർ ഓവൻ ആണ് അല്ലേ?
ഹോട്ട് എയർ ഓവനാണ്. ഇനി മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഓട്ടോക്ലേവിംഗ് യൂസ് ചെയ്യുന്നത്. ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴി സ്റ്റെറിലൈസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതേപോലെ തന്നെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴി സ്റ്റെറിലൈസ് ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴിയാണ് നമ്മൾ സർജിക്കൽ ഡ്രസ്സിങ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഏതുവഴിയാണ്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴിയാണ്. അതേസമയം ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽസ്, പൗഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. കെല്ലർ-കിലിയാനി ടെസ്റ്റ് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ. ഏതായിരിക്കും? ഡിജിറ്റാലിസ് ആണ് അല്ലേ? കെല്ലർ-കിലിയാനി ടെസ്റ്റ് കൂടാതെ ലീഗൽ ടെസ്റ്റ്, അതേപോലെ തന്നെ ബാൽജറ്റ് ടെസ്റ്റ്, ഇതുമൊക്കെ എന്തിനുള്ളതാണ്? ഡിജിറ്റാലിസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. ഓക്കെ, ഇനി സിന്നമണിൻ്റെ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൊറേസിയ ഫാമിലിയിലാണ് സിന്നമൺ വരുന്നത്. സിന്നമണും സിങ്കോണയും കൂടെ മാറിപ്പോരുത്. സിന്നമൺ ലൊറേസിയ ഫാമിലിയും സിങ്കോണ എന്തിൽ ഫാമിലി വരുന്നത്? റൂബേസിയ ഫാമിലിയിലാണ് വരുന്നത്, മാറരുത്. ഓക്കെ, സോ 38ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ, ഡിജിറ്റാലിസ്. കെല്ലർ-കിലിയാനി ടെസ്റ്റ് കൂടാതെ ലീഗൽ ടെസ്റ്റും ബാൽജറ്റ് ടെസ്റ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. THC is a constituent found in the plant senna. Option B, Nux vomica. Option C, opium. Option D, cannabis. Cannabisലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണെന്ത്? THC എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ഹെമ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, അങ്ങനെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഹെമ്പ്. നമ്മൾ ഇന്ത്യൻ സാഫ്രോൺ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ടർമറിക്കിനെയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഗമ്മും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഗം എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? അക്കേഷ്യനെയാണ്. നമ്മൾ സസ്പെൻഡിങ് ഏജൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന, നാച്ചുറൽ സസ്പെൻഡിങ് ഏജൻ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന അക്കേഷ്യ ഇന്ത്യൻ ഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യൻ ഹെമ്പ് എന്താണ്? കാന്നാബിസ്. Which is a highly perfused organ in the body? Option A, liver. Option B, heart. Option C, brain. And option D, lungs. ലിവർ ആണ് ഹൈലി പെർഫ്യൂസ്ഡ് ഓർഗൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഏറ്റവും ലീസ്റ്റ് പെർഫ്യൂസ്ഡ് ഓർഗൻസിൽ വരുന്നതാണ് ബോണൊക്കെ. ഓക്കെ, ബോൺ ഈസ് എ ലീസ്റ്റ്, ഏറ്റവും കുറവ് പെർഫ്യൂഷൻ നടക്കുന്ന ഓർഗനിൽ വരുന്നതാണ്. കോട്ടൺ കൺസിസ്റ്റ് ഓഫ് ദി എപ്പിഡെർമൽ ട്രൈക്കോംസ് ഓഫ് എ സ്പീഷീസ്. കോട്ടൻ്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് ചോദ്യം. ഗോസിപ്പിയം ഹെർബേസിയം, കാന്നാബിസ് സറ്റൈവ, ബോംബിക്സ് മോറി, ഗ്ലൈക്കറൈസ ഗ്ലാബ്ര. ഗോസിപ്പിയം ഹെർബേസിയം ആണ് കോട്ടൻ്റെ ബയോളജിക്കൽ സോഴ്സ്. ബോംബിക്സ് മോറി എന്തിൻ്റെയാണ്? സിൽക്കിൻ്റെ ആണ്. സോ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. പാർഷ്യൽ ഓർ എ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ദി ടോപ്പ് ഓർ ദ ബോട്ടം ഓഫ് എ ടാബ്ലറ്റ് ഈസ് നോൺ ആസ്. എന്തായിരിക്കും? ക്യാപ്പിംഗ്, പിക്കിംഗ്, സ്റ്റിക്കിംഗ്, മോട്ട്ലിംഗ്. ഏത് വരും? പാർഷ്യൽ ഓർ ദി കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ദി ടോപ്പ് പോർഷൻ അല്ലെങ്കിൽ ബോട്ടം പോർഷൻ, അതിനെ നമ്മൾ ക്യാപ്പിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ മോട്ടലിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഈക്വൽ ആയിട്ടുള്ള കളർ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്തിന് കാരണം വരുന്നത്? മോട്ടലിങ്ങിന് കാരണമായിട്ട് വരുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ലാമിനേഷൻ. ലാമിനേഷൻ എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് 2 or more 3 ലേയേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ആകുന്നതിനെയാണ് ലാമിനേഷൻ എന്ന് പറയുന്നത്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് ഓറഞ്ച് പീൽ എഫക്റ്റ്. ഓറഞ്ച് പീൽ എഫക്റ്റ് അതെന്താണ്? ഇന്നാഡിക്വേറ്റ് സ്പ്രെഡിങ് ഓഫ് ദി കോട്ടിംഗ് സൊല്യൂഷൻ ബിഫോർ ദ ഡ്രൈയിങ്. ഡ്രൈയിങ് നടക്കുന്നേക്കാൾ മുമ്പ് തന്നെ ഒരു ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള സ്പ്രെഡിങ് നടക്കുക കോട്ടിംഗ് സൊല്യൂഷൻ്റെ, അതിനെയാണ് എന്ത് വിളിക്കുക? ഓറഞ്ച് പീൽ എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലൂമിംഗ് ഉണ്ട്. ബ്ലൂമിങ്ങിൻ്റെ മറ്റൊരു പേര് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂമിങ് അതും ഒരു ടാബ്ലറ്റ് ഡിഫക്റ്റ് ആണ്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെയ്സിങ് എന്നും പറയും. ഹെയ്സിങ്. ഓക്കെ, സോ partial or complete removal of the top or bottom from a tablet is known as capping. Option A വരും correct answer. Mother clove is an adulterant of. ഏതായിരിക്കും? ഇതിൽ തന്നെ ഉണ്ട് മദർ ക്ലോവ്. എന്തിൻ്റെ അഡൾട്രൻ്റ് ആണ്? കാർഡമം. ഓപ്ഷൻസ് ബി ക്ലോവ്, ഓപ്ഷൻ സി പെപ്പർ ആൻഡ് ഓപ്ഷൻ ഡി ഫെണൽ. ഏതാണ്? ക്ലോവിൻ്റെ അഡൾട്രൻ്റ് ആണ് മദർ ക്ലോവ് എന്ന് പറയുന്നത്. ഈ മദർ ക്ലോവിൻ്റെ മറ്റൊരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ആന്തോഫൈലി എന്നും അറിയപ്പെടും.
ആന്തോഫൈലി. എന്തായിരിക്കും മദർ ക്ലോവ് എന്ന് പറയുന്നത്? റൈപ്പൻഡ് ഫ്രൂട്ടാണ്. ഓക്കെ, റൈപ്പൻഡ് ഫ്രൂട്ടാണ് നമ്മുടെ ഈ മദർ ക്ലോവ് അഥവാ ആന്തോഫൈലി. നമുക്കിത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇതിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ടാകും? പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഉണ്ടാകും. പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്, അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത്, ഇത് മദർ ക്ലോവ് ആണെന്നുള്ളത്. മദർ ക്ലോവ് കൂടാതുള്ള മറ്റ് അഡൾട്രൻറ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോവ് സ്റ്റോക്ക് മറ്റൊരു അഡൾട്രൻ്റ് ആണ്. ബ്രൗൺ ക്ലോവ്സ് അതും ഒരു അഡൾട്രൻ്റ് ആണ്. ഓക്കെ, ബ്രൗൺ ക്ലോവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഫുള്ളി ആ ഫ്ലവർ ആയിട്ട് അങ്ങ് മാറി, എക്സ്പാൻഡ് ചെയ്ത് ആ ഫുള്ളായിട്ട് എന്തായാലും അങ്ങ് വിരിഞ്ഞ് നിൽക്കുന്നതാണ് ബ്രൗൺ ക്ലോവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എക്സ്ഹോസ്റ്റഡ് ക്ലോവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തെ വോളറ്റൈൽ ഓയിൽ കണ്ടന്റ് മൊത്തം എന്തായി? എക്സ്ഹോസ്റ്റഡ് ആയി. അത് ഓൾറെഡി അതെന്ത് ചെയ്തു? എടുത്തു. അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണെന്ത്? എക്സ്ഹോസ്റ്റഡ് ക്ലോവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ മദർ ക്ലോവ് അല്ലെങ്കിൽ മദർ ക്ലോവ് അല്ലെങ്കിൽ ആന്തോഫൈലി എന്ന് പറയുന്നതാണ് റൈപ്പൻഡ് ഫ്രൂട്ടാണ്. അതിൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? സ്റ്റാർച്ച് ഗെയിൻ വെച്ച് പ്രസൻസ് അതിൻ്റെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എൻ അഡൾട്രൻ്റ് ഓഫ് ക്ലോവ്. ക്ലോവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട യൂസാണ് ഡെന്റൽ അനാൽജസിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിലുള്ള വോളറ്റൈൽ ഓയിൽ ഏതാണ്? യൂജിനോളാണ്. എത്ര പെർസെൻറ്റേജ് ഉണ്ട്? ഓൾമോസ്റ്റ് ഒരു 80 to 90% എന്താണ്? യൂജിനോൾ ഉണ്ട്. ഓക്കെ, വോളറ്റൈൽ ഓയിൽ യൂജിനോൾ ക്ലോവിനകത്തുള്ളത് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? 80 to 90% ഉണ്ട്. ഡെന്റൽ അനാൽജസിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ടാബ്ലറ്റ്സ് ആർ ഡിസൈൻ ടു എക്സേർട്ട് എ ലോക്കൽ എഫക്റ്റ് ഇൻ ത്രോട്ട് എന്ത് പേരിൽ അറിയപ്പെടും? ബക്കൽ ടാബ്ലറ്റ്സ്, സബ്ലിംഗ്വൽ ടാബ്ലറ്റ്, ഡെന്റൽ കോൺസ് ആൻഡ് ലോസഞ്ചസ്. ത്രോട്ടിലാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്. സോ ഇറ്റ്സ് നോൺ ആസ് ലോസഞ്ചസ്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. എ പ്ലാന്റ് ഡ്രഗ് വിച്ച് ലോവേഴ്സ് ദി ബ്ലഡ് പ്രഷർ ഏതായിരിക്കും? ഓപ്ഷൻ എ വാസക. വാസകയുടെ യൂസ് എന്താണ്? ആടലോടകം എന്നറിയപ്പെടുന്ന വാസക എക്സ്പെക്ടോറൻ്റ് ആണ്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട യൂസ് ഉണ്ട്, ഓക്സിറ്റോക്സിക് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് ഓക്സിറ്റോക്സിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? യൂട്രൈൻ കൺട്രാക്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വാസക. നീം എന്തായിരിക്കും പ്രധാനപ്പെട്ട യൂസ്? ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ? ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, റവോൾഫിയയ്ക്കാണ് ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യാനുള്ള കഴിവുള്ളത്. തുളസി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററി ആക്ഷനുള്ള ഡ്രഗാണെന്ത്? തുളസി. ക്ലോവിലെ പോലെ തന്നെ തുളസിക്കകത്തും എന്തുണ്ട്? യൂജിനോൾ ഉണ്ട്. ഇതിനെ നമുക്ക് വേറെ എന്താ പേര് അറിയപ്പെടുന്നത്? സേക്രഡ് ബേസിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ എ പ്ലാന്റ് ഡ്രഗ് വിച്ച് ലോവേഴ്സ് ബ്ലഡ് പ്രഷർ ഏതാണ്? റോവോൾഫിയ. ബിലോങ്സ് ടു ദ ഫാമിലി അപ്പോസൈനേസിയ. എന്ത് ആൽക്കലോയിഡാണ് ഇതിനകത്തുള്ളത്? ഇൻഡോൾ ആൽക്കലോയിഡാണുള്ളത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റവോൾഫിയ കൂടാതെ പിന്നെ എന്തിലൊക്കെ ഉണ്ടാവും ഇൻഡോൾ ആൽക്കലോയിഡ്? നക്സ്വോമിക്കകത്തും ഉണ്ട് ഇൻഡോൾ ആൽക്കലോയിഡാണ്. സ്ട്രിക്ഷിൻ ബ്രൂക്സിനൊക്കെ എന്താണ്? ഇൻഡോൾ ആൽക്കലോയിഡിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. എ മിനിമം റിക്വയർഡ് ഏരിയ ടു ഓപ്പൺ എ റീറ്റെയിൽ ഡ്രഗ് സ്റ്റോർ. ഓപ്ഷൻ 15 സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ ബി 10 സ്ക്വയർ മീറ്റർ, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 60. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 10 ആണ്. ഓക്കെ, ഇനി ഇതേ ചോദ്യം തന്നെ റീറ്റെയിൽ കൂടാതെ ഹോൾസെയിലാണ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാലും എന്ത് തന്നെ വരത്തുള്ളൂ? 10 തന്നെ വരത്തുള്ളൂ. അതേസമയം നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കടയിൽ രണ്ടും ഉണ്ട്, റീറ്റെയിൽ പ്ലസ് ഹോൾസെയിലാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ എത്ര വേണം? 15 സ്ക്വയർ മീറ്റർ വേണം. ഇത്ര മിനിമം ഇതൊക്കെ വേണമെന്ന് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ N ആണ്. ഓക്കെ, സോ 46ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി 10 സ്ക്വയർ മീറ്റർ. എൻഡറി കോട്ടഡ് ടാബ്ലറ്റ്സ് ആർ ഡിസൈൻ ടു റിലീസ് ദ മെഡിക്കാമെന്റ് ഇൻ. എവിടെ ആയിരിക്കും എൻഡറി കോട്ടഡ് ടാബ്ലറ്റ്സിൻ്റെ റിലീസിങ് നടക്കുക? സ്റ്റൊമക്ക്, കോളോൺ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലായിരിക്കും റിലീസ് നടക്കുന്നത്. എൻഡറി കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോട്ടിംഗ് മെറ്റീരിയൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CAP എന്താണ്? സെല്ലുലോസ്, അസറ്റേറ്റ്, ടാലൈറ്റ് ഒക്കെയാണ് എൻഡറി കോട്ടഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. വാർപ്പിസൈഡ് ഈസ് ആൻ ഇൻസെക്ടിസൈഡ് വിച്ച് ഈസ് ഫോർമുലേറ്റഡ് ഫ്രം. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി ഉള്ളതിനകത്ത് ഏതാണ്? നീമിന്, പൈറത്രത്തിനും ഉണ്ട്, പക്ഷേ വാർപ്പിസൈഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ കോൺസ്റ്റുവൻ്റ് ആണ്? നീമിൻ്റെ ആണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ.
Jesuit's bark is the synonym of option A cinnamon, option B kurchi, option C cinchona and option D ashwagandha. Jesuit's bark അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് പെറൂവിയൻ ബാർക്ക് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? സിങ്കോണനെയാണ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഈ സിങ്കോണയിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് ക്യുനൈനും അതേപോലെ തന്നെ ക്യൂനിഡിനും. അതിൽ ക്യുനൈൻ എന്ത് പ്രോപ്പർട്ടിയാണ് ഉള്ളത്? ആൻറ്റി മലേറിയൽ പ്രോപ്പർട്ടിയാണ്. ക്യൂനിഡിൻ എന്ത് പ്രോപ്പർട്ടിയാണ് ഉള്ളത്? ആൻറ്റി അരിത്തീമിക് പ്രോപ്പർട്ടിയാണ്. ഇനി ആൻറ്റി അരിത്തീമിക്ക് തന്നെ നമുക്ക് ക്ലാസ് 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലെ ക്ലാസ് 1ലാണ് എന്ത് വരുന്നത്? ക്യൂനിഡിൻ വരുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി സിങ്കോണ. സിങ്കോണയുടെ ഫാമിലി ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞതാണ്. എന്ത് ഫാമിലിയിലാണ് വരുന്നത്? റൂബിയേസിയ ഫാമിലിയിലാണ് വരുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട ക്രൂഡ് ഡ്രഗിൻ്റെയൊക്കെ സിനോണിം അറിഞ്ഞിരിക്കും. ഇപ്പോൾ എഫിഡ്രയുടെ ആണെങ്കിൽ മാഹുവാങ്, സിങ്കോണയുടെ ആണെങ്കിൽ ജെസ്യൂട്ട്സ് ബാർക്ക് അല്ലെങ്കിൽ പെറൂവിയൻ ബാർക്ക്, പിന്നെ അസഫോയിറ്റയുടെ ആണെങ്കിൽ ഡെവിൾസ് ഡങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ട സിനോണിംസ്. ഓക്കെ, സിങ്കോണയുടെ ഫാമിലി റൂബിയേസിയാണ്. Renin, a proteolytic enzyme which is produced in brain, liver, spleen and kidney. Kidney എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. An example of potassium sparing diuretics. Option A mannitol, option B acetazolamide, option C triamtrene and option D chlorthalidone. ഏതായിരിക്കും പൊട്ടാസ്യം സ്പെയറിംഗ് ഡയയൂറിറ്റിക്കിന് എക്സാമ്പിൾ? ട്രയാംട്രിൻ ആണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയയൂറിറ്റിക്കിന് എക്സാമ്പിൾ. മനിറ്റോൾ എന്ന് പറയുന്നത് എന്ത് കാറ്റഗറി വരുന്നതാണ്? ഓസ്മോട്ടിക് ഡയൂററ്റിക് ആണ്. ഓക്കെ, മനിറ്റോൾ. ഇനി അസറ്റസോളമൈഡോ എന്തിന് എക്സാമ്പിൾ ആണ്? കാർബോണിക് അൺഹൈഡ്രൈസ് ഇൻഹിബിറ്റർ ആണ്. ട്രയാംട്രിൻ ആണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയയൂറിറ്റിക്കിന് എക്സാമ്പിൾ. ട്രയാംട്രിൻ കൂടാതെ നമ്മുടെ സ്പൈറനോലാക്ടോൺ വരുന്നുണ്ട്. ഓക്കെ, സ്പൈറനോലാക്ടോൺ ഒരു പ്രോഡ്രഗ് ആണ്. അതിൻ്റെ ആക്റ്റീവ് ഫോമും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻഡ്രിനോൺ എന്ന് പറയുന്ന ഡ്രഗാണ് അതിൻ്റെ ആക്റ്റീവ് ഫോം. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞു സ്പൈറനോലാക്ടോൺ ആൻറ്റി ആൻഡ്രോജനിക് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്പൈറനോലാക്ടോൺ നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, ക്ലിനിക്കലി യൂസ് ചെയ്യാത്തൊരു ഡ്രഗാണ്. സോ എക്സാമ്പിൾ ഓഫ് എ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയയൂറിറ്റിക് ഓപ്ഷൻ സി ട്രയാംട്രിൻ. Alkylating agent used as an anti-neoplastic drug. Doxorubicin, methotrexate, option C vinblastine, option D nitrogen mustard. Methotrexate നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ്? ഫോളേറ്റ് അന്റഗോണിസ്റ്റിൻ്റെ കാറ്റഗറി വരുന്നതാണ് അല്ലേ? ഡോക്സോറൂബിസിൻ, ഡോണോറൂബിസിൻ ഒക്കെ ആൻറ്റി ക്യാൻസർ ആൻറ്റിബയോട്ടിക് കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ ഈ ഡോക്സോറൂബിസിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്സോറൂബിസിൻ എന്തുണ്ടാക്കുന്നുണ്ട്? കാർഡിയാക് ഫൈബ്രോസിസ് ഉണ്ടാക്കുന്നൊരു ഡ്രഗാണ്. ഓക്കെ, ബ്ലിയോമൈസിൻ എന്ന് പറയുന്ന ഡ്രഗ് ഉണ്ട്. അത് പൾമണറി ഫൈബ്രോസിസ് ഉണ്ടാക്കുന്ന ഡ്രഗാണ്. പൾമണറി ഫൈബ്രോസിസ് ഇത് ADR ആണ് കേട്ടോ എഴുതുന്നത്. ഡോക്സോറൂബിസിൻ്റെ കാർഡിയാക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബ്ലിയോമൈസിൻ എന്തുണ്ടാക്കുന്നുണ്ട്? പൾമണറി ഫൈബ്രോസ് ഉണ്ടാക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതല്ല. ആൽക്കൈലേറ്റിംഗ് ഏജന്റ് യൂസ്ഡ് ആസ് ആൻ ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗിനകത്ത് ഏതാണ്? നൈട്രജൻ മസ്റ്റാർഡ് ഡെറിവേറ്റീവ്സ് ആണ് ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സിൽ വരുന്നത്. അതിൽ വരുന്നതാണ് സൈക്ലോഫോസ്ഫമൈഡൊക്കെ. സൈക്ലോഫോസ്ഫമൈഡൊക്കെ ഇതിലാണ് വരുന്നത്. സോ 52ന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി വരും. വിൻബ്ലാസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ ഒക്കെ എന്ത് വരുന്നതാണ്? വിൻക ആൽക്കലോയിഡ്സിൽ വരുന്നതാണ്. കൂടാതെ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈറ്റോട്ടിക് സ്പിൻഡിലാണ് അവ എന്തായിട്ട് ചെയ്യുന്നത്? മൈറ്റോട്ടിക് സ്പിൻഡിൽ പോയിസൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെയാണിത് ആക്ട് ചെയ്യുന്നത്. വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിനൊക്കെ വിൻകെ എന്നാണ് കിട്ടുന്നത്. വിൻകെ ഒരു ഇൻറ്റോൾ ആൽക്കലോയിഡ് ആണ്. സോ 52ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി നൈട്രജൻ മസ്റ്റാർഡ്. 53 അബ്രേസീവ് ഏജന്റ് യൂസ്ഡ് ഇൻ ഡെന്റിഫ്രൈസസ്. സോഡിയം ഫ്ലൂറൈഡ്, സെലീനിയം സൾഫൈഡ്, സിങ്ക് സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ്. അബ്രേസീവ് ഏജന്റ് അല്ലേ? സോ കറക്റ്റ് ആൻസർ എന്ത് വരും? കാൽഷ്യം കാർബണേറ്റ് വരും. സെലീനിയം സൾഫൈഡ് ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിൽ ഒരു പ്രധാനപ്പെട്ട
കണ്ടൻ്റ് ആണ് സെലീനിയം സൾഫൈഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, കാരണം ഹെയർ ലോസ് ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട്. ഓക്കെ, സോ 53ൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, കാൽഷ്യം കാർബണേറ്റ്. ഡെൻറ്റിഫ്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറൽ ക്ലീനിങ്ങിന്, ടീത്ത് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഉപയോഗിക്കുന്ന ഏജൻസ് ആണ്. ദ ഫസ്റ്റ് ലൈൻ ഏജന്റ് ഇൻ ട്യൂബർക്ലോസിസ്: കനാമൈസിൻ, ഐസോനിയാസിഡ്, എത്തിയോണമൈഡ്, സൈക്ലോസറിൻ. കനാമൈസിൻ, എത്തിയോണമൈഡ്, സൈക്ലോസറിനൊക്കെ സെക്കൻഡ് ലൈൻ ടി ബി ഏജൻസ് ആണ്. ഫസ്റ്റ് ലൈൻ ഏജന്റ് ഏത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? ഐസോനിയാസിഡ് അല്ലെങ്കിൽ INH എന്നറിയപ്പെടും, ഐസോനിയാസിഡ്. ഓക്കെ, ഐസോനിയാസിഡിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്കോളിക് ആസിഡ് സിന്തസിസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐസോനിയാസിഡ് ട്യൂബുലോസിഡൽ ഏജന്റ് ആണ്. ഇപ്പം ഫസ്റ്റ് ലൈൻ ഏജൻസിൽ ഇപ്പോൾ ഇവിടെ ഐസോനിയാസിഡ് മാത്രമേ ഉള്ളൂ. എഥാംബ്യൂട്ടോള്, റിഫാംബസീന്, സ്ട്രെപ്റ്റോമൈസിനൊക്കെയാണ് മറ്റ് ഫസ്റ്റ് ലൈൻ ഏജൻസ്. അതിൽ എത്താംബ്യൂട്ടോൾ ഒഴികെ ബാക്കിയെല്ലാവരും എന്താണ്? ബാക്ടീരിയോസിഡൽ ഏജൻസ് ആണ്. ഐസോനിയാസിഡും റിഫാംബസീനും സ്ട്രെപ്റ്റോമൈസിനൊക്കെ എന്താണ്? ബാക്ടീരിയോസിഡലാണ്. എത്താംബ്യൂട്ടോൾ മാത്രമേ ഉള്ളൂ ബാക്ടീരിയോസ്റ്റാറ്റിക്. ഓക്കെ, ഐസോനിയാസിഡ്, റിഫാംബസീന്, പിന്നെ അതേപോലെ തന്നെ സ്ട്രെപ്റ്റോമൈസിൻ ഒക്കെ എന്തിൽ വരുന്നതാണ്? പൈറസിനമൈഡ് ഒക്കെ എന്തിൽ വരുന്നതാണ്? ബാക്ടീരിയോസിഡൽ ഏജൻറ്റും. എത്താംബ്യൂട്ടോൾ മാത്രം എന്താണ്? ബാക്ടീരിയോസ്റ്റാറ്റിക്കുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ്, ഇപ്പോൾ എത്താംബ്യൂട്ടോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് റിട്രോബൾബാർ ന്യൂറൈറ്റിസ് അല്ലെങ്കിൽ ഓപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറയുന്നത്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ കൂടാതെ എത്താംബ്യൂട്ടോളിൻ്റെയും പൈറസിനമൈഡിനും ഹൈപ്പർ യൂറീസീമിയ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഗൗട്ടുള്ള പേഷ്യൻസിൽ, ഗൗട്ട് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല. സോ 54ാമത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി, ഐസോനിയാസിഡ്. എന്തിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? മൈക്കോളിക് ആസിഡ് സിന്തസിസിനെയാണ് ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഡിമെത്തിക്കോൺ ഈസ് ദ അനദർ നെയിം ഫോർ ടൈറ്റാനിയം ഡയോക്സൈഡ്, കലാമിൻ, സിങ്ക് സ്റ്റിയറൈറ്റ്, സിലിക്കൺ ഓയിൽ. സിലിക്കൺ ഓയിലിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഡിമെത്തിക്കോൺ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ഡ്രഗ് യൂസ്ഡ് ഇൻ അൾസറേറ്റീവ് കോളിറ്റിസ്: ജെഫാർനേറ്റ്, സുക്രാൽഫേറ്റ്, സൾഫാലസിൻ, സൾഫാസാലസിൻ ആണ്, സൾഫാസാലസിൻ, മെറ്റോക്ലോപ്രോമൈഡ്. മെറ്റോക്ലോപ്രോമൈഡ് എന്ത് ഡ്രഗാണ്? ഒരു പ്രോകൈനറ്റിക് ഏജന്റ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോകൈനറ്റിക് ഏജന്റിന് എക്സാമ്പിൾ ആണ് മെറ്റോക്ലോപ്രോമൈഡ്. സുക്രാൽഫേറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അൾസറിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? പെപ്റ്റിക് അൾസറിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് എന്ത്? സുക്രാൽഫേറ്റ്. ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഫോം ചെയ്തിട്ട് പെപ്റ്റിക് അൾസറിൽ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് സുക്രാൽഫേറ്റ്. സോ കറക്റ്റ് ആൻസർ എന്ത് വരും? സൾഫാസാലസിൻ ആണ് കറക്റ്റ് ആൻസർ. ഈ സൾഫാസാലസിൻ എന്ന് പറയുന്നൊരു പ്രോഡ്രഗ് ആണ്. ഇത് കൺവേർട്ട് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട് നമ്മുടെ ബോഡി ചെന്ന് കഴിയുമ്പം? സൾഫ പിരിഡിനും ആകുന്നുണ്ട്, 5 അമിനോ സാലിസിലിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഈ സൾഫ ഡ്രഗ്സിലെ കുറച്ച് പ്രധാനപ്പെട്ട ഡ്രഗ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പം സൾഫാസാലസിൻ അൾസറേറ്റീവ് കോളിറ്റിസിന് യൂസ് ചെയ്യുന്നു. GIT ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യുന്ന സൾഫ ഡ്രഗ് ആണ് സൾഫ ഗ്വാനിഡിൻ. പിന്നെ ഐ ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യുന്ന സൾഫ ഡ്രഗ് ആണ് സൾഫ അസറ്റമൈഡ്. പിന്നെ മെനിഞ്ചൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നതാണ് സൾഫ ഡയസീന്. പിന്നെ മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിൽ പൈറിമെഥാമിൻ്റെ കൂടെ കൊടുക്കുന്ന സൾഫ ഡോക്സിൻ മലേറിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ സൾഫ ഡിമിഡിൻ എന്ന് പറയുന്ന ഡ്രഗ് ഡെർമറ്റൈറ്റിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. GIT ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യുന്ന സൾഫ ഡ്രഗ് ആണ് സൾഫ ഗ്വാനിഡിൻ. സോ അതേപോലെ തന്നെ ടോപ്പിക്കൽ സിൽവർ സൾഫ ഡയസൈൻ എന്നറിയപ്പെടുന്നത് ഈ ബേൺസിലൊക്കെ ടോപ്പിക്കലി യൂസ് ചെയ്യുന്ന സൾഫ ഡ്രഗ് ആണ്. പക്ഷെ കുറച്ച് പ്രധാനപ്പെട്ട സൾഫ ഡ്രഗ്സും അതിൻ്റെ തെറാപ്യൂട്ടിക് യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി, സൾഫാസാലസോൺ. പിന്നെ സൾഫിൻ പൈറസോൺ ഉണ്ട്, അത് നമ്മൾ ഗൗട്ട് ആർത്രൈറ്റിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് ദാറ്റ് ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ. അതർ നെയിം ഓഫ് റീജനറേറ്റഡ് സെല്ലുലോസ്: ഓപ്ഷൻ എ വൂള്, ഓപ്ഷൻ ബി ഹെമ്പ്, ഓപ്ഷൻ സി സിൽക്ക് ആൻഡ് ഓപ്ഷൻ ഡി റയോൺ. റയോണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റീജനറേറ്റഡ് സെല്ലുലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതെന്താണ്? സിന്തറ്റിക് ആണ്, സിന്തറ്റിക് ഫൈബറിന് എക്സാമ്പിൾ ആണ്. An example of a rapidly acting anticoagulant: വാർഫാറിൻ, ഫെനിൻഡയോൺ, ഹെപ്പാരിൻ, പ്രൊപ്പറനോൾ. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊപ്പറനോൾ ആൻറ്റികോയാഗുലൻ്റ് അല്ല. വാർഫാറിനായിരിക്കോ ഹെപ്പാറിനായിരിക്കോ
റാപ്പിഡ്ലി ആക്ടിങ് ആയിട്ടുള്ള ആൻറ്റി കോയാഗുലൻ്റ് ഹെപ്പാരിൻ ആണ്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ഹെപ്പാരിൻ്റെ ആൻറ്റിഡോട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പ്രോട്ടാമിൻ സൾഫേറ്റ് ആണ്. പ്രോട്ടാമിൻ സൾഫേറ്റ് ആണ് അതിൻ്റെ ആൻറ്റിഡോട്ട്. വാർഫാറിൻ്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് പറയണം? വൈറ്റമിൻ കെ ആണ് അതിൻ്റെ ആൻറ്റിഡോട്ട്. വാർഫാറിനൊക്കെ എടുക്കുന്ന ആളുകൾ വൈറ്റമിൻ കെ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷൻ ഉണ്ടാകും. കാരണം വൈറ്റമിൻ കെ ബ്ലീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, വാർഫാറിന് ആൻറ്റി കോയാഗുലൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. വാട്ടർ സോലുബിൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ഇർഗോട്ട്. ഇർഗോട്ടാമിൻ, ഇർഗോമെട്രിൻ, ഇർഗോസിൻ, ഇർഗോക്രിപ്റ്റിൻ. ഇർഗോമെട്രിൻ ആണ് നമ്മൾ വാട്ടർ സോലുബിൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇർഗോട്ടാമിൻ ആണെങ്കിൽ എന്ത് വരുന്നതിന്? വാട്ടർ ഇൻസോലുബിൾ ആണ്. രണ്ടിൻ്റെയും യൂസും അറിഞ്ഞിരിക്കണം. ഇർഗോമെട്രിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഓക്സിറ്റോക്സിക് യൂസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇർഗോട്ടാമിൻ എന്ന് പറയുമ്പം മൈഗ്രെയിനിൽ യൂസ് വരുന്നുണ്ട്, മൈഗ്രെയിൻ ഹെഡേക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇർഗോമെട്രിൻ ഓക്സിറ്റോക്സിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ വൈഡ്ലി ഓക്സിറ്റോക്സിക് ആക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം അത് കുട്ടികൾക്ക് ഹൈപ്പോക്സി ഉണ്ടാക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ഇർഗോമെട്രിൻ ആണ് വാട്ടർ സോലുബിൾ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ഇർഗോട്ട്. ഈസ്റ്റ് ഈസ് ദ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വിച്ച് വൈറ്റമിൻ? സി, ബി, വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ എ. വൈറ്റമിൻ ബിയുടെ ഒരു റിച്ചസ്റ്റ് സോഴ്സിലാണ് നമ്മൾ ഈസ്റ്റിനെ കണക്കൂട്ടിയിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി വരും. വൈറ്റമിൻ സിയുടെ മറ്റൊരു പേരെന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് അല്ലേ? അസ്കോർബിക് ആസിഡ് ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് നമുക്ക് സ്കർവി. ഓക്കെ, ഡ്രഗ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. ഓക്കെ, ഡെക്സാമെത്തസോൺ, ടൈറാമിൻ, മാനിറ്റോള്, ഹിസ്റ്റമിൻ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നോക്കാം. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ നടക്കുന്നതിന് വേണ്ടി അത് നടക്കുന്നുണ്ടോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഹിസ്റ്റമിൻ ആണ്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ഓക്കെ, ഹിസ്റ്റമിൻ ഈസ് എ ഡ്രഗ് വിച്ച് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഷിക് ടെസ്റ്റ് is performed to test the degree of immunity against tuberculosis, tetanus, rabies, diphtheria. ഷിക് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫ്തീരിയ ആണ് എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ട്യൂബർക്ലോസിസ് ഉണ്ടോ ഇല്ലോ എന്നറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ടെസ്റ്റാണ് മോണ്ടെക്സ് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, പിന്നെ ട്യൂബർക്ലോസിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? BCG ആണ്. ഓക്കെ, സോ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട, ഇപ്പോൾ ഇതിവിടെ ഷിക് ടെസ്റ്റാണ് ചോദിച്ചത്. വിരൽ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കോളറയ്ക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. കോളറ അല്ലെങ്കിൽ എൻഡറിക് ഫീവർ. എലിസ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? എലിസ ടെസ്റ്റ് എയ്ഡ്സ് ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണ് അല്ലേ അറിയപ്പെടുന്നത്. അക്യൂട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എലിസ ടെസ്റ്റ്, ഷിക് ടെസ്റ്റ്, ഡിഫ്തീരിയ, വിരൽ ടെസ്റ്റ്, കോളറ. സോ 64ാമത്തെ ചോദ്യം, എക്സാമ്പിൾ ഓഫ് ആൻ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്? എൻഫ്ലൂറൈൻ, കീറ്റാമിൻ, തയോപെൻഡാൽ സോഡിയം, പ്രൊപ്പഫോൾ. ഏതായിരിക്കും? ബാർബിറ്റുറേറ്റ് ആണ് അല്ലേ? അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റിന് എക്സാമ്പിൾ തയോപെൻഡാൽ സോഡിയം വരുന്നുണ്ട്, മെത്തോഹെക്സിറ്റാൽ സോഡിയവും വരുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്? അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റിന് എക്സാമ്പിളാണ്. കീറ്റാമിൻ എന്ന് പറയുന്നത് എന്തിൻ്റെ കാറ്റഗറി വരുന്നതാണ്? ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക് ആണ്. കൂടാതെ ഇതിനെ ഡേറ്റ് റേപ്പ് ഡ്രഗ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ് റേപ്പ് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കീറ്റാമിൻ. പ്രോപ്പഫോളിൻ്റെ പ്രത്യേകത എന്താണ്? ഡേ കെയർ സർജറീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് പ്രോപ്പഫോൾ. കാരണം എന്താ ഡേ കെയർ സർജറീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്? കാരണം മിനിമം എന്താണ് റെസിജ്വൽ CNS ഡിപ്രഷൻ, അതേപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റിംഗ് വോമിറ്റിംഗ് ചാൻസും കുറവ് പ്രോപ്പഫോളിനാണ്. സോ ഡേ കെയർ സർജറീസിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഏതായിരിക്കും? പ്രോപ്പഫോൾ ആയിരിക്കും. ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കീറ്റമിൻ ആണ്. കൂടാതെ ഒരു ഡേറ്റ് റേപ്പ് ഡ്രഗ് ആണ്. NMDA റിസപ്റ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ഓഫ് പോയിന്റ് ആണ്. ഇതെല്ലാം കീറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ സോ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്സിൽ തയോപെൻഡാൽ സോഡിയം കൂടാതെ എന്തും വരുന്നുണ്ട്? മെത്തോഹെക്സിറ്റാൽ സോഡിയവും വരുന്നുണ്ട്. റാസ്പിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ അരാച്ചസ് ഓയിൽ, ക്ലോവ് ഓയിൽ, ഒലിവ് ഓയിൽ, ലെമൺ ഓയിൽ.
ലെമൺ ഓയിൽ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് റാസ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. കെമിക്കൽ നെയിം ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്. കാൽഷ്യം സൾഫേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, CaSO4. ഈ വിട്രിയോൾ ഒക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ് ആണ് എന്ത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ? സൾഫോണമൈഡ്, ക്ലോറോക്വീൻ, പ്രിമാക്വീൻ, സൾബാക്ടം. ഏതാണ്? സൾബാക്ടം ആണ് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ കാറ്റഗറി വരുന്നത്. സൾബാക്ടം, മോണോബാക്ടം, ടാസോബാക്ടം ഇതൊക്കെ എന്താണ്? ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ഓക്സിറ്റോസിൻ ഈസ് എ ഹോർമോൺ released from anterior lobe of the pituitary, pars intermedia, posterior lobe of the pituitary, infundibulum. ഓക്സിറ്റോസിനും വാസോപ്രസിനും എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? ഓക്സിറ്റോസിനും വാസോപ്രസിനും എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? ഫ്രം ദി പോസ്റ്റീരിയർ ലോബ് ഓഫ് ദി പിറ്റ്യൂട്ടറി. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. സ്കർവി ഇസ് എ ഡെഫിഷ്യൻസി സിംറ്റം ഓഫ് വിച്ച് വൈറ്റമിൻ? ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ഏതാണ്? അസ്കോർബിക് ആസിഡ് അഥവാ വൈറ്റമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണെന്ത്? സ്കർവി എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നമുക്കറിയാം. കുട്ടികളിലാണെങ്കിൽ സിറോഫ്താൽമിയ, വലിയ ആൾക്കാരിലാണെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. കുട്ടികളിൽ റിക്കറ്റ്സും വലിയ ആളുകളിൽ ഓസ്റ്റിയോമലാസിയ. അത് പറഞ്ഞായിരുന്നു. ഫെനിറ്റോയിൻ ഡ്രഗ് എടുക്കുമ്പം വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ പ്രശ്നം വരുമെന്ന് പറഞ്ഞായിരുന്നു. വൈറ്റമിൻ B1 അഥവാ തയാമിൻ എന്നറിയപ്പെടുന്ന ഡ്രഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം വരുന്നതാണ് ബെറിബറി. ഓക്കെ, ഓപ്ഷൻ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി. The microscopy of the seeds of Nux vomica shows option A plasmodesmata, option B calcium oxalate crystal, ഓപ്ഷൻ സി സ്റ്റാർച്ച് ആൻഡ് ഓപ്ഷൻ ഡി മെഡുലറി റേസ്. നക്സ് വോമിക്കയുടെ മൈക്രോസ്കോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് പ്ലാസ്മോഡെസ്മാറ്റയുടെ പ്രസൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ഈ നക്സ് വോമിക്കയിലെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടൻ്റാണ് സ്ട്രിക്ചിനും ബ്രൂസിനും. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റി മൈറ്റോട്ടിക് ആൽക്കലോഡൽ ഡ്രഗ് ഈസ്? ഓപ്ഷൻ എ, അതായത് മൈറ്റോട്ടിക് സ്പിൻഡിൽ ആക്ട് ചെയ്യുന്ന ഒരു ആൽക്കലോഡൽ ഡ്രഗ് ഏതാന്ന് പറയണം. ഓപ്ഷൻ എ റിസർപ്പിൻ, ഓപ്ഷൻ ബി കോൾച്ചിസിൻ, ഓപ്ഷൻ സി പിക്രോടോക്സിൻ ആൻഡ് ഓപ്ഷൻ ഡി ക്യുനൈൻ. കോൾച്ചിസിൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. മെഡോ സാഫ്രോൺ എന്നാണ് ഇതിൻ്റെ സിനോണിം വരുന്നത്. പിന്നെ ഇതിന് ആൻറ്റി ക്യാൻസർ അല്ലാതെ നമ്മൾ ഗൗട്ട് ആർത്രൈറ്റിസിലും യൂസ് ചെയ്യുന്നുണ്ട്. നൈട്രേറ്റ് ആക്ട് എസ് എ വാസോ ഡൈലേറ്റർ ബൈ. നൈട്രൈറ്റ്സ് യൂസ് ചെയ്യുന്ന എവിടെയാണ്? ആൻജൈന പെക്ടോറിസിലാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന്? ആക്ടിവേറ്റിംഗ് വാസ്കുലർ ഗ്വാനരൈൽ സൈക്ലേസ്, ആക്ടിവേറ്റിംഗ് വാസ്കുലർ സൈക്ലിക് AMP, ഇൻഹിബിറ്റിംഗ് ദ ടൈറോസിൻ കൈനേസ്, ആക്ടിംഗ് എസ് എ കാൽഷ്യം ചാനൽ ബ്ലോക്കർ. ഏതായിരിക്കും? സൈക്ലിക് AMPയെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ആക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി വരും. വാക്സിൻ വിച്ച് കണ്ടെയ്ൻ ഇനാക്ടിവേറ്റഡ് വൈറസ്? വേരിസില്ല വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ, MMR വാക്സിൻ, റാബിസ് വാക്സിൻ. റാബിസ് വാക്സിനാണ് എന്തുള്ളത്? ഇനാക്ടിവേറ്റഡ് വൈറസ് ഉള്ളത്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. Question number 5. The symptoms of hyperuricemia in gout is associated with the abnormal metabolism of urea, option B pyrimidine, option C purine and option D amino acid. പ്യൂറിൻ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് ഗൗട്ട് ആർത്രൈറ്റിസിൻ്റെ പിന്നിൽ. സോ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി പ്യൂറിന് വരും. പെനിസിലിൻസ് ആക്ട് ബൈ ഇൻ്റർഫിയറിംഗ് വിത്ത്. ഇപ്പോൾ ഓരോ ആൻറ്റിബയോട്ടിക്സിന് ഓരോ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണല്ലോ. സോ പെനിസിലിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ചോദ്യം. പ്ലാസ്മ മെമ്പറൈൻ സിന്തസിലെയാണോ ഇൻ്റർഫിയർ ചെയ്യുന്നത്? മൈറ്റോസിസിനെയാണോ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസ്, അതും ഇൻ എസ് ഫേസ്. ആൻഡ് ഓപ്ഷൻ ഡി സെൽ വാൾ സിന്തസിസ്. പെനിസിലിൻസ് ആക്ട് ബൈ ഇൻ്റർഫിയറിംഗ് വിത്ത് സെൽ വാൾ സിന്തസിസ് ആണ്. പെനിസിലിൻ കൂടാതെ സെഫാലോസ്പോറിൻസും ഇതേ രീതിയിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്.
ഇനി പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്ന ഡ്രഗുകളാണ് ടെട്രാസൈക്ലിൻ, അമിനോഗ്ലൈക്കോസൈഡ്, ക്ലോറാംഫിനിക്കോള്, മാക്രോലൈഡ്സ് ഒക്കെ അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, സെൽ വാൾ സിന്തസിസ്. Agents with an HLB value 13 to 15 are used as emulsifying agent, wetting agent, solubilizing agent, detergents. ഡിറ്റർജൻസിൻ്റെ ആണ് 13 മുതൽ 15 വരുന്നത്. ഓക്കെ. In order to make a primary emulsion of a volatile oil, നോട്ട് ചെയ്യുക, volatile oil using acacia, the ratio of oil water is to gum. ഇപ്പം വോളറ്റൈൽ ഓയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വോളറ്റൈൽ ഓയിൽ ആകുമ്പോൾ ഇത് വരും 2:1 വരും. ഇനി ഇത് ക്വസ്റ്റ്യൻ തന്നെ ഫിക്സഡ് ഓയിലാണ് ചോദിച്ചിരുന്നെങ്കിൽ 4:2:1 വരും അല്ലേ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ മിനറൽ ഓയിലാണ് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് വരും? 3:2:1 വരും. വോളറ്റൈൽ ഓയിൽ ആയതുകൊണ്ട് എന്ത് വരും? 2:2:1 വരും. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ, 2:2:1. The failure of oral contraceptive used in a 30-year-old lady undergoing anti-tubercular treatment with rifampicin is due to. അതായത് 30 വയസ്സുള്ള ലേഡി ഓറൽ കോൺട്രാസെപ്റ്റീവ് എടുക്കുന്നുണ്ട്, ആൻറ്റി ട്യൂബർക്കുലർ ഡ്രഗായ റിഫാംബിസിനും എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ ആണ് അവർക്ക് കിട്ടിയ റിസൾട്ട്. അതിന് പിന്നിൽ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ കോൺട്രാസെപ്റ്റീവ് ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കുമോ, അതോ എൻഹാൻസ്ഡ് മെറ്റാബോളിസം ഓഫ് കോൺട്രാസെപ്റ്റീവ് ഡ്രഗ് ആണോ, ഇൻക്രീസ്ഡ് ടിഷ്യൂ ബൈൻഡിങ് ഓഫ് കോൺട്രാസെപ്റ്റീവ് ഡ്രഗ് ആണോ, അതോ കോംപ്ലക്സേഷൻ ഓഫ് റിഫാംബിസിൻ വിത്ത് കോൺട്രാസെപ്റ്റീവ് ആയിരിക്കും? എന്തായിരിക്കും ആൻസർ? ഇവിടുത്തെ മെറ്റബോളിസത്തിനെയാണത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എൻഹാൻസ്ഡ് മെറ്റബോളിസം ആണ്. കാരണം റിഫാംബിസിൻ എന്ന് പറയുന്നത് എൻസൈം ഇൻഡ്യൂസറിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. റിഫാംബിസിൻ മാത്രമല്ല, ഗ്രിസിയോഫൾവിന്, ഫെനിറ്റോയിന്, ഈ ഡ്രഗുകളെല്ലാം എൻസൈം ഇൻഡ്യൂസറിൻ്റെ എക്സാമ്പിളാണ്. സോ ഈ ഡ്രഗിൻ്റെ കൂടെ കഴിച്ചാൽ എന്ത് പറ്റും? മെറ്റബോളൈസിങ് എൻസൈം വേഗം എന്ത് ചെയ്യും? അതിനെ മെറ്റബോളൈസ് ചെയ്ത് കളയും ഡ്രഗിനെ. സോ അതിൻ്റെ തെറാപ്യൂട്ടിക് ആക്ഷൻ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണ് ഫെയിലിയർ ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ടായത് when it is taken along with the rifampicin because it is a enzyme inducer. So it will enhance the metabolism of the contraceptive drug. Option B വരും correct answer. The nucleus present in the alkaloid papaverine. Okay. Option A phenanthrene. Phenanthrene derivatives ഏതൊക്കെയാണ്? മോർഫീന്, അതേപോലെ തന്നെ കൊഡീന്, തിബൈൻ. ഈ മൂന്നെണ്ണം എന്താണ്? ഫിനാൻത്രീൻ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ. അപ്പം ഏതായിരിക്കും ന്യൂക്ലിയസ് പ്രസന്റ് ഇൻ ആൽക്കലോയിഡ് പെപ്പാവറിൻ? ബെൻസൈൽ ഐസോക്വിനോളാണ്. ഓക്കെ. പെപ്പാവറിൻ ഏത് ന്യൂക്ലിയസ് ആണുള്ളത്? ബെൻസൈൽ ഐസോക്വിനോളാണ്. മോർഫീൻ, കൊഡീൻ, തിബൈൻ ഒക്കെ ആണെങ്കിൽ ഫിനാൻത്രീൻ ആൽക്കലോയിഡ്സ് ആണ്. ഇൻഡോൾ ആൽക്കലോയിഡ് ഉള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വിൻക്രിസ്റ്റിനകത്തുണ്ട്, സ്ട്രിക്നിൻ ബ്രൂസിനകത്തൊക്കെ ഉണ്ട് അല്ലേ. റവോൾഫിയക്കകത്തൊക്കെ ഉള്ളത് ഇൻഡോൾ ആൽക്കലോയിഡ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ ആൻസർ ഓപ്ഷൻ ഡി വരും, ബെൻസൈൽ ഐസോക്വിനോളി. List of drugs manufactured under the generic names only is given under the schedule. ഷെഡ്യൂൾ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സുകളാണ് നമ്മൾ ഷെഡ്യൂൾ എക്സിൽ പറയുന്നത്. 6 എന്ന് പറയുന്നത് മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ ഡബ്ല്യു ആണെന്ത്? ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് മാനുഫാക്ചറിങ് അണ്ടർ ജനറിക് നെയിംസ് വരുന്നത്. പി എന്ന് പറയുന്നതാണ് ഷെൽഫ് ലൈഫിനെ നോട്ട് ചെയ്യുന്ന ഷെഡ്യൂളാണ്. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. എത്തിലീൻ ഓക്സൈഡ് ഒരു ഗേഷ്യസ് സ്റ്റെറിലൈസിംഗ് ഏജന്റ് ആണ്. ഇതെന്ത് മെക്കാനിസത്തിലൂടെയാണ് സ്റ്റെറിലൈസിംഗ് നടത്തുന്നത്? കോയാഗുലേഷൻ, ആൽക്കൈലേഷൻ, ഓക്സിഡേഷൻ, ലൈസിസ് ഓഫ് ബാക്ടീരിയൽ സെൽ വാൾ. ഓക്സിഡേഷൻ എന്തിൻ്റെയാണ്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെയാണ് ഓക്സിഡേഷൻ. കോയാഗുലേഷൻ എന്തിൻ്റെയാണ്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെയാണ്. ആൽക്കൈലേഷൻ ആണ് ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. കാസ്റ്റർ ഓയിൽ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ സീഡ്സ് ഓഫ് ദ പ്ലാന്റ് ബിലോങ് ടു ദ ഫാമിലി. റിസിനസ് കമ്മ്യൂണിസ് എന്നാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ പേര്, ക്രൂഡ് ഡ്രഗിൻ്റെ പേര്. റൂട്ടേസിയ ഫാമിലി, ലെഗുമിനോസെ ഫാമിലി, യൂഫോർബിയസിയ ഫാമിലി, ലൊറേസിയ ഫാമിലി. ഏതായിരിക്കും? യൂഫോർബിയസിയ ഫാമിലിയാണ് കാസ്റ്റർ ഓയിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ലൊറേസിയ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. സിന്നമണിൻ്റെ ഫാമിലിയാണെന്ത്?
ലൊറേസിയ ഫാമിലി. സെന്നയുടെ ഫാമിലിയാണ് എന്ത്? ലെഗുമിനോസെ. സോ 13ന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി. The year in which the Pharmacy Act was passed, 1951, 1947, 1945, 1948. ഫാർമസി ആക്ട് നിലവിൽ വന്ന വർഷം 1948 ആണ്. 1945 എന്താണ് വന്നത്? ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾ വന്ന വർഷമാണ്. ആക്ട് ആണെങ്കിൽ 1940. 1914 ഏപ്രിൽ 10th ഒന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. The inhaled anticholinergic agent used in asthma. ആസ്മയിൽ യൂസ് ചെയ്യുന്ന ആൻറ്റികോളിനർജിക് ഏജന്റ് ആണ്. ഇൻഹലേഷൻ റൂട്ടിൽ കൂടാണ് എടുക്കുന്നത്. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ഡ്രഗിൽ ഇപ്രാട്രോപ്പിയം, സാൽബ്യൂട്ടമോൾ, ഫോർമെട്രോൾ ഇതെല്ലാം ആസ്മയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റികോളിനർജിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ഇതിനകത്തുള്ളൂ. ഏതാണ്? ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്. അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇൻഹലേഷൻ റൂട്ടിലൂടെയാണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ഗവൺമെന്റ് ഒപ്പിയം ഫാക്ടറി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് പഞ്ചാബ്, നീമുച്ച്, ബോംബെ, ന്യൂഡൽഹി. എവിടെയാണ്? ഗാസിപൂറും നീമുച്ച് കൂടാതെ ഗാസിപൂറിലും നീമുച്ചിലുമാണ് 2 ഗവൺമെന്റ് ഒപ്പിയം ഫാക്ടറി ഉള്ളത്. മാറിപ്പോരുത്, ഗാസിപൂറാണ്. കാരണം ഗാസിയാബാദിലെ ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ ലബോറട്ടറി എവിടെയാണ്? ഗാസിയാബാദാണ്. രണ്ടും കൂടെ മാറിപ്പോരുത്. നീമുച്ച് ആൻഡ് ഗാസിപൂറിലാണ് ഗവൺമെന്റ് ഒപ്പിയം ഫാക്ടറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാർബിഡോപ്പയുടെയും ലീവോഡോപ്പയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ. കാരണം നമുക്ക് ലീവോഡോപ്പ ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ എപ്പോഴും കാർബിഡോപ്പ, പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്ററായ കാർബിഡോപ്പയും കൂടെ കമ്പൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. 1:2, 1:100, 1:10, 1:20. ഏതായിരിക്കും? 1:10 റേഷ്യോയിലാണ് കൊടുക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്സ് യൂസ് ചെയ്യുന്ന റേഷ്യോയും എക്സാം പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 2:1:1 റേഷ്യോയിലാണ്. ആക്ടിവേറ്റഡ് ചാർക്കോളും ടാനിക് ആസിഡും മഗ്നീഷ്യം ഓക്സൈഡിൻ്റെയും റേഷ്യോ ആണ് 2:1:1. അതാണ് യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്. നമ്മുടെ പോയിസൺ അൺനോൺ ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്സ് ആണ് കൊടുക്കുക. എ പ്രിസർവേറ്റീവ് യൂസ്ഡ് ഇൻ ദി ഒഫ്താൽമിക് പ്രിപ്പറേഷൻ. ഫിനൈൽ മെർക്യൂറിക് നൈട്രേറ്റ്, സോഡിയം ബെൻസോയേറ്റ്, മീഥൈൽ പാരാബെൻ, ഹെക്സാക്ലോറോഫിൻ 0.01%. ഒഫ്താൽമിക് പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവിനകത്ത് ഫിനൈൽ മെർക്യൂറിക് നൈട്രേറ്റ് ആണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. പെർസെൻറ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടെർപ്പിനോയിഡ് പ്രസന്റ് ഇൻ ക്ലോവ് ഓയിൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്ലോവ് ഓയിലിനകത്ത് പ്രധാനപ്പെട്ട കണ്ടന്റ് ഏതാണ്? ജെറാനിയോൾ, മെൻതോൾ, സീനിയോൾ, യൂജിനോൾ. ഏതാണ്? യൂജിനോൾ ആണ് ഇതിനകത്തെ ടെർപ്പിനോയിഡ്. ഓക്കെ, ക്ലോവ് ഓയിലുള്ള ടെർപ്പിനോയിഡ് ഏതാണ്? യൂജിനോൾ. അമിനോ ആസിഡ് ഫ്രം വിച്ച് ദി എപ്പിനെഫ്രിൻ ഈസ് സിന്തസൈസ്ഡ്. അതായത് നമ്മുടെ അഡ്രിനാലിൻ ഏത് അമിനോ ആസിഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? അർജിനിൻ, ഫിനൈൽ അലാനിൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ഏതായിരിക്കും? ടൈറോസിൻ ആണ് കറക്റ്റ് ആൻസർ. ഹിസ്റ്റമിൻ ഏത് അമിനോ ആസിഡിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? ഹിസ്റ്റഡിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്നാണ്. അതും ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്റമിൻ ഇവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്യുന്നത് ഫ്രം ഹിസ്റ്റഡീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൽ നിന്നാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി, ടൈറോസിൻ. എ ഡ്രഗ് വിച്ച് കോസസ് ജിഞ്ചിവൈൽ ഹൈപ്പർപ്ലാസി ആസ് ആൻ അഡ്വേഴ്സ് എഫക്റ്റ്. ഓപ്ഷൻ എ ക്ലോർപ്രോമസിൻ, ഓപ്ഷൻ ബി ഫെനിറ്റോയിൻ, ഓപ്ഷൻ സി ഫിനോബാർബിറ്റോൺ ആൻഡ് ഓപ്ഷൻ ഡി ഫെനലസിൻ. ഫെനിറ്റോയിനുമായിട്ട് ബന്ധപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് ജിഞ്ചിവൈൽ ഹൈപ്പർപ്ലാസിയ. ജിഞ്ചിവൈൽ ഹൈപ്പർപ്ലാസിയ കൂടാതെ ഹിറുസിറ്റിസം ഉണ്ടാക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ റിഫാംബസിൻ പറഞ്ഞ പോലെ തന്നെ ഫെനിറ്റോയിനും ഒരു എൻസൈം ഇൻഡ്യൂസർ ആണ്. ഓക്കെ, ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗിൽ വരുന്നതാണ്. ഹൈഡൻറ്റോയിൻ ഡെറിവേറ്റീവ് ആണ് ഫെനിറ്റോയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, എൻഫ്ലൂറേജ് ഈസ് എ മെത്തേഡ് ഫോർ ദി എക്സ്ട്രാക്ഷൻ ഓഫ്. എൻഫ്ലൂറേജ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ മുമ്പ് റാസ്പിംഗ് മെത്തേഡ് പറഞ്ഞില്ലേ ലെമൺ ഓയിലിന് വേണ്ടിയിട്ട്, അതേപോലെ എൻഫ്ലൂറേജ് ഈസ് എ മെത്തേഡ് ഫോർ ദി എക്സ്ട്രാക്ഷൻ ഓഫ് ഫിക്സഡ് ഓയിൽ, റെസിൻ, ഡെലിക്കേറ്റ് പെർഫ്യൂംസ്, ഗംസ്. ഏതാണ്? ഡെലിക്കേറ്റ് പെർഫ്യൂംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എൻഫ്ലൂറേജ് മെത്തേഡ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദി ഹ്യൂമൻ ബോഡി. ഓപ്ഷൻ എ ലിവർ, ഓപ്ഷൻ ബി സ്കിൻ, ഓപ്ഷൻ സി ബോൺ ആൻഡ് ഓപ്ഷൻ ഡി ലങ്സ്. തെറ്റിക്കരുത്, ലിവർ അല്ല, സ്കിന്നാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള
ഓർഗൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അൺഓർഗനൈസ്ഡ് ഡ്രഗ് ആണ്, കൂടാതെ അതിന് ആസ്ട്രിഞ്ചന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഓപ്ഷൻ എ ചോൾമോഗ്ര ഓയിൽ, ഓപ്ഷൻ ബി ബ്ലാക്ക് കാറ്റച്ചു, ഓപ്ഷൻ സി ഗൂഗിൾ ആൻഡ് ഓപ്ഷൻ സി ബെൻസോയിൻ. ഏതായിരിക്കും ആസ്ട്രിഞ്ചന്റ് പ്രോപ്പർട്ടി ഉള്ള അൺഓർഗനൈസ്ഡ് ഡ്രഗ്? ബ്ലാക്ക് കാറ്റച്ചു ആണ്. ഓക്കെ, ബ്ലാക്ക് കാറ്റച്ചും പെയിൽ കാറ്റച്ചും ഉണ്ട്. ബ്ലാക്ക് കാറ്റച്ചു അൺഓർഗനൈസ്ഡ് ഡ്രഗ് ആണ്, ആസ്ട്രിഞ്ചന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ബ്ലാക്ക് കാറ്റച്ചുവിന്റെ ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണെന്ത്? ലെഗുമിനോസെ ഫാമിലിയിലാണ് വരുന്നത്. ഓക്കെ, ബ്ലാക്ക് കാറ്റച്ചുവിനെയും പെയിൽ കാറ്റച്ചുവിനെയും തമ്മിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത്? ഗാംബിയർ ഫ്ലൂറസെൻസ് ടെസ്റ്റ്. അതും എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗാംബിയർ ഫ്ലൂറസെൻസ് ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നത് ആർക്കായിരിക്കും? പെയിൽ കാറ്റച്ചുവിനായിരിക്കും. ഓക്കെ, അതുകൂടാതെ മാച്ചിസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്, വാനിലിൻ ഹൈഡ്രോക്ലോറൈഡ് ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ടാനിൻസിന് വേണ്ടിയുള്ള ടെസ്റ്റ് ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ബ്ലാക്ക് കാറ്റച്ചു. ഫോളോയിങ് ആർ ദി ആക്ഷൻസ് ഓഫ് ക്യുനൈൻ എക്സെപ്റ്റ്. ക്യുനൈൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റിയിൽ പെടാത്തത് ഏത്? ആൻറ്റിപൈററ്റിക് ആക്ഷൻ, സ്കെൽറ്റൽ മസിൽ റിലാക്സൻറ്റ്, ആൻറ്റി മലേറിയൽ, ആൻറ്റി എപ്പിലെപ്റ്റിക്. ആൻറ്റി മലേറിയൽ പ്രോപ്പർട്ടി നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? ക്യുനൈന് ആൻറ്റി മലേറിയലും ക്യുനഡീന് ആൻറ്റി അരിത്തീമിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന്. അപ്പോൾ ആൻറ്റി മലേറിയൽ പ്രോപ്പർട്ടി ഉണ്ട്. സ്കെൽറ്റൽ മസിൽ റിലാക്സൻ്റ് ആയിട്ടും ക്യുനൈൻ ആക്ഷൻ വരുന്നുണ്ട്, കൂടാതെ ആൻറ്റി പൈററ്റിക്കുമാണ്. ആൻറ്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ ഇല്ല. സോ ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ്. ഗാസിയാബാദിൽ എന്താ ഉള്ളത്? ഇന്ത്യൻ ഫാർമക്കോപ്പിയ ലബോറട്ടറി ആണ്. ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ലക്നൗ, ഓപ്ഷൻ ഡി കൽക്കട്ട. കൽക്കട്ടയാണ് കറക്റ്റ് ആൻസർ. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൌവിലാണ്. സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കസൗളിയിലാണ്. ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ ലബോറട്ടറി എവിടെയാണ്? ഗാസിയാബാദിലാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 26ന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി കൽക്കട്ട. The stomata present in the senna leaf. റൂബിയേഷ്യസ്, ഡയാസൈറ്റിക്, അനിമോസൈറ്റിക്, അനീസോസൈറ്റിക്. സെന്നയിലുള്ളത് ഏതായിരിക്കും? റൂബിയേഷ്യസ് ആണ്. അല്ലെങ്കിൽ വേറൊരു പേരിന് റൂബിയേഷ്യസ് അല്ലെങ്കിൽ പാരാസൈറ്റിക് എന്ന് പറയുന്നതും എന്താണ്? സെന്നയിലുള്ള സ്റ്റൊമാറ്റയാണ്. ഓക്കെ, അനീസോസൈറ്റിക്കിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രൂസിഫറസ്. ഓക്കെ, അനിമോസൈറ്റിക് സ്റ്റൊമാറ്റയ്ക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് റാനൻകുലേഷ്യസ് സ്റ്റൊമാറ്റ. ഓക്കെ, സോ സെന്നയിലുള്ളത് എന്താണ്? റൂബിയേഷ്യസ് ആണ്. ALT and AST levels are related to the activity of kidney, spleen, liver, heart. ഏതാണ്? ALT, AST എൻസൈം ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലിവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഡയോസ്ജെനിൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. സ്റ്റിറോയിഡൽ സാപ്പോജിനാണോ, ടെർപിനോയിഡ് സാപ്പോജിനാണോ, ക്യുനോളിൻ സാപ്പോജിനാണോ, നൺ ഓഫ് ദി എബോവ്? ഏതാണ്? സ്റ്റിറോയിഡൽ സാപ്പോജിനാണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. സൾഫോണമൈഡ് യൂസ്ഡ് ഫോർ ലോക്കൽ ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻ. നമ്മൾ മുമ്പേ സൾഫോണമൈഡ്സിന്റെ കുറേ തെറാപ്യൂട്ടിക്കൽ യൂസ് ഡിസ്കസ് ചെയ്തായിരുന്നു. GIT ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? സൾഫ ഗ്വാനിഡിൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി സൾഫ അസറ്റമൈഡ് ആണെങ്കിൽ എവിടെ യൂസ് ചെയ്യുന്നത്? ഐ ഇൻഫെക്ഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ 30ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി സൾഫ ഗ്വാനിഡിൻ. A penicillin which is beta lactamase resistant and acid resistant. Okay, ampicillin, methicillin, oxacillin and benzathine penicillin. ഏതാണ്? ആസിഡ് റെസിസ്റ്റൻറ്റുമാണ്, ബീറ്റ ലാക്ടമേസ് റെസിസ്റ്റൻറ്റും കൂടെയാണ്. ഏത് വരും? ഓക്സാസിലിൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പെൻസിലിൻ ജിക്ക് വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? ബെൻസൈൽ പെൻസിലിൻ. പെൻസിലിൻ വിക്ക് മറ്റൊരു പേരുണ്ട് ഫിനോക്സി മീഥൈൽ പെൻസിലിൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ 31ന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ഓക്സാസെലിൻ. എ ബൈൽ ആസിഡ് സീക്വസ്ട്രൻറ്റ്, അതായത് ഹൈപ്പോലിപ്പിഡീമിക് ഏജൻസിലെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ബൈൽ ആസിഡ് സീക്വസ്ട്രൻറ്റ്. ഇത് ഫിബ്രൈറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ക്ലോഫിബ്രൈറ്റും ഫെനോഫിബ്രൈറ്റും ബെൻസ്ഫിബ്രൈറ്റ് ഒക്കെ. കോളിസെവാലമാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ബൈൽ ആസിഡ് സീക്വസ്ട്രന്റ്. അറ്റോർവാസ്റ്റാറ്റിൻ ഏതിൽ വരുന്നതാണ്? HMG CoA റിഡക്ടേസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. HMG CoA. ഓക്കെ, സോ 32ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി. കോളി സെവാലം കൂടാതെ കോളി സ്റ്റൈറമിനും എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. കോളിസ്റ്റിപ്പോള് ഒക്കെയാണ് മറ്റ് എക്സാമ്പിൾ. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എവരി 5 ഇയർ, 10 ഇയർ, 3 ഇയർ, 6 ഇയർ. എത്രയായിരിക്കും? 5 വർഷമാണ്. ഇത് തന്നെയാണ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും 5 വർഷം കൂടുമ്പോൾ തന്നെയാണ്. പക്ഷേ DTAB അഥവാ ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് അത് 3 വർഷം കൂടുമ്പോഴാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ടെട്രാസൈക്ലിൻ ഇൻഹിബിറ്റ് ദ പ്രോട്ടീൻ സിന്തസിസ് ബൈ ബൈൻഡിങ് ടു. നമ്മൾ പെനിസിലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു, ബൈ ഇൻഹിബിറ്റിംഗ് ദി സെൽ വാൾ എന്ന് പറഞ്ഞു. സോ ടെട്രാസൈക്ലിൻ പ്രോട്ടീൻ സിന്തസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഏത് റൈബോസോമൽ യൂണിറ്റിലാണ് അത് ബൈൻഡ് ചെയ്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? 40S, 50S, 60S, 30S. ഏതായിരിക്കും? 30S റൈബോസോമൽ സബ് യൂണിറ്റിനെയാണ് ബൈൻഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്തത് TDM അഥവാ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് ആവശ്യമുള്ള ഡ്രഗുകൾ ഏതൊക്കെയാണ്? കാരണം ഇതിന്റെ സേഫ്റ്റി വളരെ കുറവാണ്. ഓപ്ഷൻ എ പ്രൊപ്രനോൾ, ഓപ്ഷൻ ബി ഫെനിറ്റോയിൻ, ഓപ്ഷൻ സി ഫ്രൂസിമൈഡ്, ഓപ്ഷൻ ഡി ഡയസിപ്പാം. ഫെനിറ്റോയിൻ ആണ് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള ഒരു ഡ്രഗ്. ഫെനിറ്റോയിൻ കൂടാതെ ലിഥിയം ഇതേപോലെ തന്നെ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് ആവശ്യമുള്ള ഒരു ഡ്രഗാണ്. അതേപോലെ തന്നെ തിയോഫിലിനും TDM ആവശ്യമുണ്ട്. അതേപോലെ ഡിജോക്സിൻ that also need therapeutic drug monitoring. So option B ഫെനിറ്റോയിൻ ആണ് കറക്റ്റ് ആൻസർ. ഫ്രൂസിമൈഡ് എന്ത് കാറ്റഗറി വരുന്നതാണ്? ഹൈ സീലിംഗ് ഡയൂറിറ്റിക്കിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഹൈ സീലിംഗ് ഡയൂറിറ്റിക്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ അമിനോ ഗ്ലൈക്കോസൈഡ്സിന്റെ സൈഡ് എഫക്റ്റിൽ പ്രധാനമായിട്ടും പഠിക്കുന്ന സൈഡ് എഫക്റ്റ് ആണ് ഓട്ടോടോക്സിറ്റി, നെഫ്രോടോക്സിറ്റി. സോ ഈ അമിനോ ഗ്ലൈക്കോസൈഡിന്റെ ഓട്ടോടോക്സിറ്റി നമ്മുടെ ഏത് ക്രേനിയൽ നെർവിൽ ഉണ്ടാകുന്ന ഡാമേജ് ആണ് ഈ ഓട്ടോടോക്സിറ്റിക്ക് പിന്നിൽ? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 8 ആൻഡ് ഓപ്ഷൻ ഡി 7th. 8ാമത്തെ ക്രേനിയൽ നെർവിന് ഉണ്ടാകുന്ന ഡാമേജ് ആണ് എന്തിന് കാരണമാകുന്നത്? ഓട്ടോടോക്സിറ്റിക്ക് കാരണമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ആന്റിസെപ്റ്റിക്സിന്റെയും ഡിസിൻഫെക്റ്റൻസിന്റെ ഒക്കെ എഫിഷ്യൻസിക്ക് യൂസ് ചെയ്യുന്ന, എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിഡൽ വാക്കർ ടെസ്റ്റ്. അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഏത്? ഓപ്ഷൻ എ സ്ട്രെപ്റ്റോകോക്കസ് പൈറോജൻ, സ്റ്റെഫൈലോകോക്കസ് ഓറീസ്, സ്യൂഡോമോണോസ് എയറോജിനോസ ആൻഡ് സാൽമോണല്ല ടൈഫി. സാൽമോണല്ല ടൈഫി ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഫോർ റിഡൽ വാക്കർ ടെസ്റ്റ്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൂബ്രിക്കൻറ്റ് യൂസ്ഡ് ഇൻ ദി ടാബ്ലറ്റ് മാനുഫാക്ചർ. ഓപ്ഷൻസിൽ മഗ്നീഷ്യം സ്റ്റീറേറ്റ് ഉണ്ട്, ഓപ്ഷൻ ബി ലാക്ടോസ്, ഓപ്ഷൻ സി മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ് ആൻഡ് ഓപ്ഷൻ ഡി പോളിവിനൈൽ പൈറോലുഡിൻ. ഏതാണ് ടാബ്ലറ്റ് മാനുഫാക്ചറിംഗിൽ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻറ്റ്? ഏതായിരിക്കും? മഗ്നീഷ്യം സ്റ്റീറേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻറ്റ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ഇത് ഹാഗേഴ്സ് റിയേജന്റിന്റെ കോമ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൽക്കലോയിഡ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡ്രാഗൺ ഡ്രോഫ് ടെസ്റ്റ്, ഹാഗേഴ്സ് ടെസ്റ്റ്, വാഗനസ് ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ ഹാഗേഴ്സ് ടെസ്റ്റിന്റെ കോമ്പോസിഷൻ 50% അയഡിൻ സൊല്യൂഷൻ ആണോ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പിക്രിക് ആസിഡ് സൊല്യൂഷൻ ആണോ, അതോ സാച്ചുറേറ്റഡ് പൊട്ടാസ്യം അയഡൈഡ് സൊല്യൂഷൻ ആണോ, അതോ അസിഡിക് ബിസ്മത്ത് അയഡൈഡ് സൊല്യൂഷൻ ആയിരിക്കുമോ? ഹാഗേഴ്സ് റിയേജന്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പിക്രിക് ആസിഡിനെയാണ് നമ്മൾ ഹാഗേഴ്സ് റിയേജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഷുഗർ മോയിറ്റി ഇൻ ദി ഔബെയിൻ ഗ്ലൈക്കോസൈഡ് ഈസ് റാംനോസ്, ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, ഗാലക്ടോസ്. ഔബെയിൻ ഗ്ലൈക്കോസൈഡിലുള്ള ഷുഗർ മോയിറ്റി ഏതാണ്? റാംനോസ് ആണ്. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കലാമിൻ ലോഷൻ IP അതിലെ ഗ്ലിസറിന്റെ യൂസ് എന്താന്ന്? ഓപ്ഷൻ എ പ്രൊട്ടക്റ്റീവ്, ഓപ്ഷൻ ബി സ്പ്രെഡിങ് ഏജന്റ്, ഓപ്ഷൻ സി ഹ്യൂമെക്റ്റന്റ്, ഓപ്ഷൻ ഡി അഡ്സോർബന്റ്. ഗ്ലിസറിനും സോർബിറ്റോളൊക്കെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്?
ഹ്യൂമക്റ്റൻ്റ് പ്രോപ്പർട്ടി ഉള്ളത്, മോയ്സ്ചർ കണ്ടന്റിനെ എന്ത് ചെയ്യുന്നു, റിട്ടൈൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. കലാമിൻ ലോഷൻ നമ്മൾ ഡെന്റിഫ്രൈസ് പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്ത് നോക്കിയാലും ടൂത്ത് പേസ്റ്റിലൊക്കെ അതിലെ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്തുന്നത് എന്തുള്ളതുകൊണ്ടാണ്, ഹ്യൂമക്റ്റൻസ് വേണം. അതിന് യൂസ് ചെയ്യുന്നത് എന്താണ്, ഗ്ലിസറിനും സോർബിറ്റോളൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ആന്റി മെറ്റബോളൈറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ്. ഓപ്ഷൻ എ പാക്ലിറ്റാക്സൽ, ഓപ്ഷൻ എ ബി സൈക്ലോഫോസ്ഫോമൈഡ്, ഓപ്ഷൻ സി ബുസൽഫാൻ ആൻഡ് ഓപ്ഷൻ ഡി മെത്തോട്രിക്സൈറ്റ്. ഏതാണ്, മെത്തോട്രിക്സൈറ്റ് ആണ് അല്ലേ, ഫോളൈറ്റ് ആന്റാഗോണിസ്റ്റ് ആന്റി മെറ്റബോളൈറ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ആംബർ കളർ ഓഫ് എ ഗ്ലാസ് കണ്ടെയ്നർ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ്. നമ്മൾ ചില മെഡിസിൻസ് ഒക്കെ ആംബർ കളേർഡ് ഗ്ലാസ് ബോട്ടിൽസിലാണ് സൂക്ഷിക്കുന്നത്. അതായത് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ലൈറ്റ്. അപ്പം അങ്ങനെ ആംബർ കളർ ഗ്ലാസ് ബോട്ടിൽസിൻ്റെ ആ കളറിൻ്റെ പിന്നിൽ എന്താണെന്ന് പറയണം. ഓപ്ഷൻ എ ടാർട്രസിൻ, ഓപ്ഷൻ ബി അയൺ ഓക്സൈഡ്, ഓപ്ഷൻ സി കാഡ്മിയം ഓക്സൈഡ് ആൻഡ് ഓപ്ഷൻ ഡി കോൾട്ടർ. അയൺ ഓക്സൈഡ് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ആംബർ കളറിന് ആ ഒരു കളർ നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഷിഫ്റ്റ്സ് റിയേജന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഓപ്ഷൻ എ കീറ്റോൺ, ഓപ്ഷൻ ബി ആൽഡിഹൈഡ്, ഓപ്ഷൻ സി ആൽക്കഹോൾ ആൻഡ് ഓപ്ഷൻ ഡി എസ്റ്റർ. ആൽഡിഹൈഡ്സിന്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ് ഷിഫ്റ്റ്സ് റിയേജന്റ്. മോളിഷ് റിയേജന്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാനല്ലേ. സോ ഷിഫ്റ്റ്സ് റിയേജന്റ് യൂസ് ടു ഡിറ്റക്ട് ആൽഡിഹൈഡ്സ്. അടുത്തത് വീണ്ടും ഷെഡ്യൂൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഓഫ് ആയുർവേദിക് പോയിസൺ ഈസ് ഗിവൺ ഇൻ ദ ഷെഡ്യൂൾ. ഷെഡ്യൂൾ E1 ആണ് കറക്റ്റ് ആൻസർ. എക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ് ആണ്. വി നമ്മൾ പറഞ്ഞിട്ടില്ല, പേറ്റന്റ് ഡ്രഗ്സ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി മെഡിസിൻസ് എല്ലാം ഷെഡ്യൂൾ വിക്കകത്താണ്. ഓക്കെ, F1 എന്താണ്, ബ്ലഡ് ബാങ്കിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഷെഡ്യൂൾ എഫിൽ പറയുന്നത്. എഫ് ആണെങ്കിൽ എന്താണ്, ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും, ഓപ്ഷൻ എ ഷെഡ്യൂൾ E1. നമ്മൾ മുമ്പേ ക്യാപ്പിംഗ് എന്താന്ന് പറഞ്ഞായിരുന്നു അല്ലേ, അതായത് ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം പോർഷനെ പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് റിമൂവൽ ഫ്രം ദ ടാബ്ലറ്റ് സർഫസിനെയാണ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞത്. സോ ഇതിന് പിന്നിലുള്ള ഒരു റീസൺ ഇതിനകത്തുണ്ട്. ഓപ്ഷൻ എ ഡിഫക്റ്റീവ് ഗ്രാനുലേഷൻ മെത്തേഡ്, ഇനാഡിക്വേറ്റ് ലൂബ്രിക്കൻറ്റ് യൂസ്, എൻട്രാപ്മെന്റ് ഓഫ് എയർ വിത്തിൻ ദ ടാബ്ലറ്റ്, ഓവർ യൂസ് ഓഫ് ദ ബൈൻഡിങ് ഏജന്റ്. എയർ എൻട്രാപ്മെന്റ് ആണ് ക്യാപ്പിങ്ങിന്റെ പ്രധാനപ്പെട്ട കാരണം. ക്യാപ്പിങ്ങിൻ്റെ മാത്രമല്ല ലാമിനേഷൻ ഉണ്ടാകുന്നതിൻ്റെയും പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എയർ എൻട്രാപ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ B3. ഏതാണ്, വൈറ്റമിൻ ഇ ആണ് നമ്മൾ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നത്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറഞ്ഞില്ലേ. സോ ദാറ്റ് ഈസ് വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ. പ്രോകൈനറ്റിക് ഏജന്റിന്റെ എക്സാമ്പിൾ ആണ് ചോദ്യം. ഒണ്ടാൻസെട്രോൺ 5HT3 ആന്റഗോണിസ്റ്റ് ആണ് അല്ലേ, അതായത് കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് വോമിറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഒണ്ടാൻസെട്രോൺ, ഗ്രാനിസെട്രോൺ ഒക്കെ. ഓപ്ഷൻ ബി മെറ്റക്ലോപ്രോമൈഡ് ആണ് പ്രോകൈനറ്റിക് ഏജന്റിന്റെ എക്സാമ്പിൾ. ഒമിപ്രസോൾ എന്താണ്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററിന്റെ എക്സാമ്പിൾ ആണ്. സൈക്ലസിൻ എന്താണ്, ആന്റി ഹിസ്റ്റമിൻ ആണ്, ആന്റിഹിസ്റ്റമിൻ ആണ്. സോ എക്സാമ്പിൾ ഓഫ് എ പ്രോകൈനറ്റിക് ഏജന്റ് ഈസ് മെറ്റക്ലോപ്രോമൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഡിയേഷൻ ഹാവിങ് എ ലീസ്റ്റ് പെനിട്രബിലിറ്റി. ഓപ്ഷൻ എ എക്സ്റേ, ഓപ്ഷൻ ബി ബീറ്റ പാർട്ടിക്കിൾ, ഓപ്ഷൻ സി ഗാമ, ഓപ്ഷൻ ഡി ആൽഫ. നമുക്കറിയാം ഗാമയ്ക്കൊക്കെ നല്ല പെനട്രേറ്റിംഗ് പവർ ആണ്. ലീസ്റ്റ് പെനട്രേറ്റിംഗ് പവർ ഏതിനാണ്, ആൽഫയ്ക്കാണ്. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. ഫൈറ്റോമെനാഡയോൺ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനെയാണ്, നയാസിൻ. മൈസിൻ എന്താണ്, വൈറ്റമിൻ B3 ആണ്. പിരിഡോക്സിൻ വൈറ്റമിൻ B6 ആണ്. വൈറ്റമിൻ കെ അറിയപ്പെടുന്ന പേരാണെന്ത്, ഫൈറ്റോമെനാഡയോൺ എന്ന്. നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ അല്ലെങ്കിൽ സഹായിക്കുന്നതാണ് അല്ലേ വൈറ്റമിൻ കെ. വാട്ട് ഈസ് സ്പിരിറ്റ് ഓഫ് സോൾട്ട്. ഓപ്ഷൻ എ മഗ്നീഷ്യം സൾഫേറ്റ്, ഓപ്ഷൻ ബി Na2B4O7, ഓപ്ഷൻ സി
CaOCl ആൻഡ് ഓപ്ഷൻ ഡി ഹൈഡ്രോക്ലോറിക് ആസിഡ്. HCl വിളിക്കുന്ന പേരാണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് അല്ലെങ്കിൽ മ്യൂറിയാറ്റിക് ആസിഡ് എന്നും പേരുണ്ട്. മ്യൂറിയാറ്റിക് ആസിഡ്. Which of the following is useful in cyanide poisoning? Option A sodium bisulfate, sodium metabisulfate, sodium sulfosuccinate and sodium thiosulfate. Option D sodium thiosulfate ആണ് cyanide poisoning യൂസ് ചെയ്യുന്ന ആൻറ്റിഡോട്ട്. സോഡിയം സൾഫേറ്റും സോഡിയം മെറ്റാബൈസൾഫേറ്റ് ഒക്കെ ആൻറ്റി ഓക്സിഡൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. സോഡിയം സൾഫേറ്റ് കൂടാതെ സോഡിയം നൈട്രൈറ്റും നമ്മൾ സയനൈഡ് പോയിസണിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. നൈട്രസ് ഓക്സൈഡ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സിലിണ്ടറിൻ്റെ കളർ ബ്ലൂ കളേർഡ് സിലിണ്ടർ, ഗ്രേ കളേർഡ് സിലിണ്ടർ, വൈറ്റ് സിലിണ്ടർ വിത്ത് എ ബ്ലാക്ക് നെക്ക് ഓർ ഓറഞ്ച് കളേർഡ് സിലിണ്ടർ. എപ്പോഴും നൈട്രസ് ഓക്സൈഡ് സ്റ്റോർ ചെയ്യുന്നത് ബ്ലൂ കളേർഡ് സിലിണ്ടറിലായിരിക്കും. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ട്രൂ ആൻറ്റഗോണിസ്റ്റ് ഓഫ് മോർഫിൻ. നോക്കിക്കഴിഞ്ഞത് എല്ലാം മോർഫിൻ്റെ ആൻറ്റഗോണിസ്റ്റ് തന്നെ, പക്ഷേ ട്രൂ ആൻറ്റഗോണിസ്റ്റ് ഏതെന്നാണ് ചോദ്യം. നലക്സോൺ, നലോഫിൻ, നാൽബ്യൂഫിൻ, മെത്തഡോൺ. ഏതായിരിക്കും? നലക്സോണിനെയാണ് നമ്മൾ ട്രൂ ആൻറ്റഗോണിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി. കാരണം മ്യൂ, കാപ്പ, ഡെൽറ്റ റിസപ്റ്റർ ഒരേപോലെ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? നലക്സോൺ ആണ്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. മാഹുവാങ് ഇസ് ദി അനദർ നെയിം ഫോർ. ഏതാണ്? എഫിഡ്രയുടെ സിനോണിമാണ് മാഹുവാങ് എന്നുള്ളത്. ഓക്കെ. റുബാർബിൻ്റെ യൂസ് എന്താണ്? ലാക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആർട്ടിമിസിയുടെ യൂസ് എന്താണ്? ആൻറ്റി മലേറിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അഡൾട്രന്റ് ഓഫ് ഡിജിറ്റാലിസ് ലീവ്സ് വെർബാസ്കം തപ്സസ്, ക്രൈറ്റീരിയ പെഡാറ്റ, ക്രോട്ട്ലേറിയ സ്ട്രിയാറ്റ, സിംബബോഗൻ ഫ്ലക്സസ്. ഏതായിരിക്കും? പ്രിംറോസ് ലീവ്സ്, വെർബാസ്കം തപ്സസ് ഒക്കെ ഡിജിറ്റാലിസ് ലീഫിൻ്റെ അഡൾട്രന്റ് ആയിട്ട് വരും. സോ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആൻറ്റി ഈസ്ട്രജൻ? ഓപ്ഷനിൽ ടിബലോൺ ഉണ്ട്, ബി ക്ലോമിഫീൻ, ഓപ്ഷൻ സി ലെട്രസോൾ ആൻഡ് ഓപ്ഷൻ ഡി മിഫ്പ്രിസ്റ്റോൺ. ക്ലോമിഫീനെയാണ് നമ്മൾ ആൻറ്റി ഈസ്ട്രജൻ കാറ്റഗറിയിൽ ഇട്ടിരിക്കുന്നത്, ക്ലോമിഫീൻ സിട്രേറ്റ്. ലെട്രസോൾ എന്താണ്? ആരോമറ്റേസ് ഇൻഹിബിറ്റർ കാറ്റഗറിയിൽ വരുന്നതാണ് ലെട്രസോളൊക്കെ. ലെട്രസോൾ, അനാസ്ട്രസോൾ ഒക്കെ ആരോമറ്റേസ് ഇൻഹിബിറ്റർ ആണ്. ആൻറ്റി ഈസ്ട്രജൻ ഏതാണ്? ക്ലോമിഫീൻ ആണ്. യൂട്രൈൻ റിലാക്സൻസിന് വിളിക്കുന്ന മറ്റൊരു പേരെന്ത്? എക്ബോളിക്സ്, ടോക്കോലൈറ്റിക്സ്, അബോട്ടിഫേഷ്യൻ, അനലപ്റ്റിക്സ്. ടോക്കോലൈറ്റിക് ഏജന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെ എക്സാമ്പിൾ വരിക? നിഫിഡിപ്പിൻ വരുന്നുണ്ട്, മഗ്നീഷ്യം സൾഫേറ്റ് വരുന്നുണ്ട്, ടെർബ്യൂട്ടലിന്, റിട്രോഡ്രൈന്. ഇതൊക്കെയാണ് ടോക്കോലൈറ്റിക് ഏജൻസ് അഥവാ യൂട്രൈൻ റിലാക്സൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ത്രൂ വിച്ച് റൂട്ട് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ഈസ് അഡ്മിനിസ്റ്റർഡ്? ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ വേറെ രീതിയിൽ നോക്കിയായിരുന്നു. ദ ആൻറ്റി കോളിനർജിക് ഡ്രഗ് യൂസ്ഡ് ഇൻ ആസ്മ അഡ്മിനിസ്റ്റർഡ് വയ ഇൻഹലേഷൻ റൂട്ട് ഏതാണെന്ന് ചോദിച്ചായിരുന്നു. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ഏത് റൂട്ടിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്? ഏതാണ്? സബ്ക്യൂട്ടേനിയസ്, ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ, ഓറൽ, ഇൻഹലേഷൻ. ഏതാണ്? ഇൻഹലേഷൻ. ഓപ്ഷൻ ഡി വരും കറക്റ്റ് ആൻസർ. Which of the following is a fourth generation cephalosporin? ഓപ്ഷനിൽ സെഫാലോത്തിൻ, സെഫാമാൻറ്റോൾ, സെഫ്ട്രിയാക്സോൺ, സെഫിപ്പൈം. സെഫിപ്പൈം ആണ് ഇവിടുത്തെ എന്ത്? ഫോർത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻ. എല്ലാ സെഫാലോസ്പോറിൻ്റെയും എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. അടുത്തത് എക്സാമ്പിൾ ഫോർ ആൻ എറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്. നമുക്ക് ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആൻറ്റിസൈക്കോട്ടിക്കിലെ. അതിലെ എറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്കിന് എക്സാമ്പിളാണ് ചോദ്യം. ഹാലോപെരിഡോള്, പെൻഫ്ലൂറിഡോള്, തയോറിഡസൻസ് ഒക്കെ ഫസ്റ്റ് ജനറേഷൻ വരുന്നതാണ്. അതേസമയം ഒലാൻസെപ്പീൻ ആണ് എറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്കിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഫ്ലൂവോക്സെറ്റിൻ നമ്മൾ മുമ്പ് പറഞ്ഞത് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്. ഫ്ലൂവോക്സെറ്റിൻ എന്താണെന്ന് പറയണം. എറ്റിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻറ്റ്, സെറോട്ടോണിൻ ആൻഡ് നോറഡ്രിനാലിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റ്, അതോ സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ. ഏതാണ്? SSRIയുടെ കാറ്റഗറിയിലാണ് നമ്മൾ ഫ്ലൂവോക്സെറ്റിന്, അതേപോലെ തന്നെ പാരോക്സെറ്റിന്, പിന്നെ സെർട്രാലിന്. ഇതൊക്കെ എന്താണ്? സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ ആണ്. ഓപ്ഷൻ ഡി വരും. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൽ വരുന്നതാണ് ഇമിപ്രാമിൻ, ക്ലോമിപ്രാമിൻ, ട്രൈമിപ്രാമിൻ, നോർട്രിപ്റ്റിലിൻ ഒക്കെ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിന് എക്സാമ്പിളാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി.
ഡിജോക്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഏത് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? സോഡിയം പൊട്ടാസ്യം ATPase, മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ്, Na+Cl- ആന്റിപോട്ട്, GLUT4. ഏതായിരിക്കും? സോഡിയം പൊട്ടാസ്യം ATPase എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്താണ് ഡിജോക്സിൻ ആക്ട് ചെയ്യുന്നത്. ആംഗിൾ എഡിമ ഏത് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീക്വന്റ് അഡ്വേഴ്സ് എഫക്റ്റ് ആണ്? പ്രൊപ്രനോൾ, ക്യാപ്റ്റോപ്രിൽ, നിക്കോറാൻഡിൽ, നിഫിഡിപ്പിൻ. നിഫിഡിപ്പിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ആംഗിൾ എഡിമ എന്ന് പറയുന്നത്. ക്യാപ്റ്റോപ്രിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഡ്രൈ കഫ് ഉണ്ടാക്കുന്നുണ്ട്. ACE ഇൻഹിബിറ്റേഴ്സിന്റെ കാറ്റഗറി വരുന്നതാണ്. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി, അത് ഓർത്തിരിക്കുക. പിന്നെ ACE ഇൻഹിബിറ്റേഴ്സിൽ ക്യാപ്റ്റോപ്രിലും ലിസിനോപ്രിലും ഒഴികെ ബാക്കി എല്ലാ ACE ഇൻഹിബിറ്റേഴ്സും എന്താണ്? പ്രോഡ്രഗ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്? എപ്ലിർനോൺ, എഥാക്രൈനിക് ആസിഡ്, അസറ്റസോളമൈഡ്, ഹൈഡ്രോക്ലോറോതയസൈഡ്. നമ്മൾ മുമ്പും പറഞ്ഞായിരുന്നു എപ്ലിറനോൺ, സ്പൈർനോലാക്ടോൺ ഒക്കെയാണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്കിൽ വരുന്നത്. അസറ്റസോളമൈഡ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ ആണ്. എഥാക്രൈനിക് ആസിഡ്, ഫ്രൂസിമൈഡ്, ടോർസിമൈഡ്, ബ്യൂമാറ്റിനൈഡ് ഒക്കെ ഹൈ സീലിംഗ് ഡയൂററ്റിക് ആണ്. തയസൈഡ് ഡയൂററ്റിക്സിൽ വരുന്നതാണ് ഹൈഡ്രോക്ലോറോതയസൈഡ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, എപ്ലിർനോൺ. Which vitamin is given along with isoniazid to reduce the risk of neurotoxicity? Niacin, pyridoxine, pantothenic acid, thiamine. ഏതാണ്? pyridoxine അഥവാ വൈറ്റമിൻ B6. The first Pharmacy Council of India was start functioning at ഏത് വർഷം? 1952, 1950, 1949, 1955. 1949-ലാണ് ഫസ്റ്റ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ഫങ്ഷനിങ്. 48-ൽ ഫാർമസി ആക്ട്, 1940-ൽ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂള് 1945. പിന്നെ മാജിക് റെമഡി ആക്ട് അല്ലെങ്കിൽ ഒബ്ജക്ഷണബിൾ ഡ്രഗ് ആക്ട് ചോദിക്കുകയാണെങ്കിൽ 1954. മാജിക് റെമഡി ആക്ട് 54-ഉം റൂള് 1955-ലും. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് ഒക്കെ അറിഞ്ഞിരിക്കുക. അതേപോലെ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആണെങ്കിൽ 1985. For the constitution of a state pharmacy council, the respective state government has to nominate one government analyst. Okay, so correct answer എന്ത് വരും? ഓപ്ഷൻ ബി വരും. Which of the defect in an emulsion makes it most unstable? Cracking ഉണ്ട്, creaming ഉണ്ട്, sedimentation ഉണ്ട്, flocculation ഉണ്ട്. ക്രാക്കിംഗ് ആയിരിക്കോ ക്രീമിംഗ് ആയിരിക്കോ ഇമൽഷനെ കൂടുതൽ അൺസ്റ്റേബിൾ ആക്കുന്നത്? ക്രാക്കിംഗ് ആണ്. ഓക്കെ, ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ക്രീമിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? റിവേഴ്സിബിൾ ആണ്. ദ അപ്രോക്സിമേറ്റ് കെമിക്കൽ ഫോർമുല ഓഫ് എ ബ്ലീച്ചിങ് പൗഡർ അഥവാ ക്ലോറിനേറ്റഡ് ലൈം എന്താണ്? CaOCl2. അതായത് ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. Which antiviral drug is found to be useful in Parkinsonism? Abacavir, oseltamivir, sanamivir, amantadine. Amantadine ആണല്ലേ പാർക്കിൻസോൺസിൽ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആന്റിവൈറൽ ഡ്രഗ് ആണ്. ഡോപ്പമിൻ ഫെസിലിറ്റേറ്റർ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മളിത് ആന്റി പാർക്കിൻസോണിസത്തിൽ പഠിക്കുന്നത്. Who is responsible for the preparation and maintenance of first register? Pharmacy Council of India. ഇത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ, AICT അഥവാ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇവരെന്തായാലും ഉണ്ടാവത്തില്ല. സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ആയിരിക്കോ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരിക്കോ? ഫസ്റ്റ് രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. വിച്ച് ഓഫ് ദ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീറ്റഡ് ആണ്. ന്യൂറോലെപ്റ്റിക് ഏജൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താന്ന്? സൈക്കോ അനലെപ്റ്റിക്സ്, മേജർ ട്രാൻക്യുലൈസേഴ്സ്, ആന്റിമാനിയാക് ഏജൻസ്, മൂഡ് എലിവേറ്റേഴ്സ്. ഏതായിരിക്കും ന്യൂറോലെപ്റ്റിക് ഏജൻസിനെ വിളിക്കുന്ന പേര്? മേജർ ട്രാൻക്യുലൈസേഴ്സ്. എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ്, ഇത് നമ്മുടെ ആന്റിസൈക്കോട്ടിക്സിൽ വരുന്നതാണ്. എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് കാണിക്കുന്ന ഡ്രഗ് ഏത്? ക്ലോറാംഫെനിക്കോൾ, ക്ലോർഫെനിറാമിൻ, ക്ലോർതയസൈഡ്, ക്ലോർപ്രോമസിൻ. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് എല്ലാം അതേ സൗണ്ട് അലൈക്ക് ഡ്രഗ്സ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ക്ലോർപ്രോമസിൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലോർഫെനിറാമിൻ ഒക്കെ എന്താണ്? ആന്റി ഹിസ്റ്റമിൻ ആണ്. ക്ലോറാംഫെനിക്കോൾ ആന്റിബയോട്ടിക് ആണ്. ക്ലോർതയസൈഡ് ഡയൂറിറ്റിക് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡ്രഗ് ആണ്. ക്ലോർപ്രോമസിൻ ആണ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്.
വിച്ച് ഓഫ് ദ ഒപ്പിയം ആൽക്കലോയിഡ് ഇസ് എ ബെൻസൈൽ ഐസോക്വിനോളിൻ ഡെറിവേറ്റീവ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു മോർഫീന്, കൊഡീന്, തിബൈനൊക്കെ ഫിനാന്ത്രിൻ ഡെറിവേറ്റീവ്സാണ്. അപ്പോൾ സോ പെപ്പാവറിൻ ആയിരിക്കും എന്ത്? ബെൻസൈൽ ഐസോക്വിനോളിൻ ഡെറിവേറ്റീവ്. വീക്ക്ലി അസിഡിക് ഡ്രഗ്സ് ബെറ്റർ അബ്സോർബ് ഫ്രം ആൻ ആൽക്കലൈൻ പി എച്ച് ആയിരിക്കോ, ന്യൂട്രൽ പി എച്ച് ആണോ, അതോ വെരി ഹൈ പി എച്ച് ആയിരിക്കോ, അതോ അസിഡിക് പി എച്ച് ആയിരിക്കും? അസിഡിക് പി എച്ച് നിന്നായിരിക്കും വീക്ക്ലി അസിഡിക് ആയിട്ടുള്ള ഡ്രഗ്സ് ബെറ്റർ അബ്സോർബ് ചെയ്യുന്നത്. പിക്ക് ഔട്ട് എ കോളിനെസ്ട്രേസ് റിയാക്ടിവേറ്റർ. കോളിനെസ്ട്രേസ് ഇൻഹിബിറ്റർ അല്ല, കോളിനെസ്ട്രേസ് റിയാക്ടിവേറ്റർ. അട്രോപ്പിൻ, ഫ്ലൂമാസെനിൽ, പ്രാലിഡോക്സൈൻ, ഡോണപ്പെസിൽ. ഫ്ലൂമാസെനിൽ എന്താ? ബെൻസോഡാസെപ്പിൻ അന്റഗോണിസ്റ്റാ. അട്രോപ്പിൻ എന്താ? ഓർഗാനോ ഫോസ്ഫറസ് പോയിസണിൽ ഉപയോഗിക്കുന്ന ആന്റിഡോട്ടാണ്, ആന്റികോളർജിക് ഡ്രഗ് ആണ്. പ്രാലിഡോക്സൈം ആണ് എൻസൈം റിയാക്ടിവേറ്റർ. ഓക്കെ, ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ. ഡോണപ്പെസിൽ നമ്മൾ അൽഷിമേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഡോണപ്പെസിൽ, റിവാസ്റ്റിക്മിൻ. ഓക്കെ, അടുത്തത് ഒണ്ടാൻസെട്രോൺ ഏത് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നത്? 5HT3 ആയിരിക്കോ 5HT1 ആയിരിക്കോ? 5HT3 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഒണ്ടാൻസെട്രോൺ ആക്ട് ചെയ്യുന്നത്. H2ഉം D2 റിസപ്റ്ററിലൊന്നും അല്ല ബ്ലോക്ക് ചെയ്യുന്നത്, 5HT3 റിസപ്റ്റർ. ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. വിച്ച് വൺ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ഇൻ പാരസിറ്റമോൾ പോയ്സണിങ്? ഏതാണ് പാരസിറ്റമോൾ പോയ്സണിങ്ങിന് കൊടുക്കുന്ന ആന്റിഡോട്ട് എന്ന്? എൻ അസറ്റൈൽ പാരാബെൻസോക്വിനോൺ ഇമീൻ, എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്, എൻ അസറ്റൈൽ ഗ്ലൈസിൻ, എൻ അസറ്റൈൽ സിസ്റ്റീൻ. എൻ അസറ്റൈൽ ഗ്ലൈസിൻ ആയിരിക്കോ എൻ അസറ്റൈൽ സിസ്റ്റീൻ ആയിരിക്കോ? എൻ അസറ്റൈൽ സിസ്റ്റീൻ ആണ് നമ്മൾ പാരസിറ്റമോൾ പോയ്സണിങ്ങിൽ കൊടുക്കുന്ന ആന്റിഡോട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് യൂറിക്കോസ്യൂറിക് ഏജന്റ്? സൾഫ മെത്തോക്സസോൾ, സൾഫ അനിലമൈഡ്, സൾഫിൻ പൈറസോൺ, സൾഫ അസറ്റമൈഡ്. യൂറിക്കോസ്യൂറിക് ഏജന്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പ്രൊബനസിഡ്, സൾഫിൻ പൈറസോൺ ഒക്കെയാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വരും. സാന്തൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ ആണ് അലോപ്യൂർണോളും റാസ്ബ്യൂറിക്കേസ് ഒക്കെ വരുന്നത്. ഫെബുക്സോസ്റ്റാറ്റ് ഒക്കെ യൂറിക്കോസ്യൂറിക് ഏജന്റിന് എക്സാമ്പിൾ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ഫോർ ആൻ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ് തയോപെൻറ്റോൺ സോഡിയം ആൻഡ് മെത്തോഹെക്സിറ്റോൺ സോഡിയം ആണ് അല്ലെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. സോ ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. ഫീനോ ബാർബിറ്റോൺ ഒക്കെ ഏത് കാറ്റഗറി വരുന്നതാണ്? ലോങ് ആക്ടിങ്ങിൽ വരുന്നതാണ്. ഓട്ടോടോക്സിറ്റിയും നെഫ്രോടോക്സിറ്റിയും ഏത് ആന്റിബയോട്ടിക് ക്ലാസിന്റെ സൈഡ് എഫക്റ്റ് ആണ്? മാക്രോലൈറ്റ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് എർത്രോമൈസിൻ ഒക്കെ. കാർബപ്പിനം അതോ അമിനോ ഗ്ലൈക്കോസൈഡ്, പിന്നെ പോളിയീൻ ആന്റിബയോട്ടിക് നമ്മുടെ ആംഫോടെറിസിൻ ബി, നിസ്റ്റാറ്റിൻ, ഹെമൈസിൻ ഒക്കെ ഉള്ള ആന്റി ഫംഗൽ ഡ്രഗ് ഏതിൻ്റെയാണ്? ഓട്ടോടോക്സിറ്റിയും നെഫ്രോടോക്സിറ്റിയും വരുന്നത് അമിനോ ഗ്ലൈക്കോസൈഡ്സിൻ്റെ ആണ്. അത് നമ്മൾ പറഞ്ഞു. നെഫ്രോടോക്സിറ്റി ഓട്ടോടോക്സിറ്റിക്ക് കാരണം എന്താണ്? 8th ക്രേനിയൽ നെർവിനുണ്ടാകുന്ന ഡാമേജ് ആണ് ഓട്ടോടോക്സിറ്റിക്ക് കാരണം എന്ന് നമ്മൾ പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെലക്റ്റീവ് മാവോബി ഇൻഹിബിറ്റർ? ഓക്കെ, സെലിജിലിൻ, മോക്ലിബിമൈഡ്, ക്ലോർജിലിൻ, ഇപ്രോനിയാസിഡ്. മാവോബി ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ ഏതാണ്? സെലക്റ്റീവ് മാവോബി ഇൻഹിബിറ്റർ ഏതാണ്? സെലിജിലിൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെപ്പാരിൻ ആന്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഹെപ്പാരിൻ്റെ ആന്റിഡോട്ട് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് ഏത്? തെറ്റിക്കാനായിട്ടാണ്. പൊട്ടാസ്യം സൾഫേറ്റും ഉണ്ട്, പ്രോട്ടാമിൻ സൾഫേറ്റും ഉണ്ട്. ഏതായിരിക്കും? ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യൻ. പ്രോട്ടാമിൻ സൾഫേറ്റ് ആണ് ഹെപ്പാരിൻ്റെ ആന്റഗോണിസ്റ്റ്. ഗ്രേ ബേബി സിൻഡ്രം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്ലോർപ്രൊമസിൻ, ക്ലോർസൈക്ലസിൻ, ക്ലോറോക്വീൻ, ക്ലോറാഫെനിക്കോൾ. ഏതായിരിക്കും? ക്ലോറാഫെനിക്കോൾ ആന്റിബയോട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗ്രേ ബേബി സിൻഡ്രം. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സൾഫ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം. അതേപോലെ തന്നെ ഫാൻകോണി സിൻഡ്രം ഉണ്ട്. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെട്രാസൈക്ലിൻ ഡ്രഗ് യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഫാൻകോണി സിൻഡ്രം. പിന്നെ ഈ താലിഡോമൈഡ് ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ADR എന്തായിരുന്നു? ഫോക്കോമീലിയാണ്. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആബ്സെൻസ് ഓഫ് ഫോർ ലിംബ് ആൻഡ് ഹൈൻഡ് ലിംബ്, അതാണ് ഈ ഫോക്കോമീലിയ എന്ന് പറയുന്നത്. ദ കെമിക്കൽ ഗ്രൂപ്പ് ഓഫ് ഗ്ലൈക്കറൈസിൻ ആൽക്കലോയിഡ്, ഗ്ലൈക്കോസൈഡ്, സാപ്പോനിന്, സെസ്ക്യൂടെർപിൻ. സാപ്പോനിൻ ഗ്ലൈക്കോസൈഡ് ആണ് ഗ്ലൈക്കറൈസിനുള്ളത്. വേൾഡ് ഡയബറ്റിസ് ഡേ ഏതാന്ന് പറയാം. 14th of November, 4th of November, 4th of March, 14th of July. നവംബർ 14th ആണ് വേൾഡ് ഡയബറ്റിസ് ഡേ, അതായത് പ്രമേഹ ദിനം.
BCG വാക്സിൻ നമുക്ക് ഏത് രോഗത്തിനെതിരെയാണ് പ്രൊട്ടക്ഷൻ തരുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. മോണ്ടെക്സ് ടെസ്റ്റ് വെച്ചിട്ടാണ് TB ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു അതിനെതിരെ കൊടുക്കുന്ന പ്രൊട്ടക്റ്റീവ് വാക്സിൻ ഏതാണ്? BCG ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് എന്ത് വരും? TB അഥവാ ട്യൂബർകുലോസിസ്. കർവ്ഡ് വാർട്ടി ട്രൈക്കോംസ് ആർ പ്രസന്റ് ഇൻ ഡട്ടൂറ, സെന്ന, യൂക്കാലിപ്റ്റസ്, ഡിജിറ്റാലിസ്. സെന്നയുടെ പ്രത്യേകതയാണ് കർവ്ഡ് വാർട്ടി ട്രൈക്കോംസ്. ഡിജിറ്റാലിസിൻ്റെ ടേസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ബിറ്റർ ടേസ്റ്റ് ആണ്. പിന്നെ ലീഫിൻ്റെ ഷേപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒവൈറ്റ് ലാൻസിയോളൈറ്റ് ഷേപ്പാണ്. എന്താണ് ഒവൈറ്റ് ലാൻസിയോളൈറ്റ് ഷേപ്പ്? കർവ്ഡ് വാർട്ടി ട്രൈക്കോംസ് എന്തിൻ്റെയാണ്? സെന്നയുടെയാണ്. നമ്മൾ മുമ്പേ ക്വസ്റ്റിൽ പറഞ്ഞു പ്ലാസ്മോഡെസ്മ എന്തിൻ്റെ പ്രത്യേകതയാണ്? നക്സ്മോമിക്കയിലെ പ്രധാനപ്പെട്ട മൈക്രോസ്കോപ്പിക് ഫീച്ചറാണ്. അർട്ടിമിസിനിൻ എന്ത് ഡ്രഗാന്ന് പറയുക? ആൻറ്റി ഹെൽമിന്തിക്, ആൻറ്റി മലേറിയൽ, ഡയാഫോറട്ടിക്, അപ്പീരിയൻറ്റ്. ഏതാണ്? ആൻറ്റി മലേറിയൽ ആണ്. ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. ഇതിലെ പെരിഫറലി ആക്ടിംഗ് മസിൽ റിലാക്സൻ്റ് ഏതാന്ന് പറയാം? ഓപ്ഷൻ എ ബാക്ലോഫെൻ, ഓപ്ഷൻ ബി മെത്തോകാർബമോൾ, ഓപ്ഷൻ സി ഡാൻഡ്രോലിൻ, ഓപ്ഷൻ ഡി ടിസാനിഡിൻ. ബാക്ലോഫെൻ, ടിസാനിഡിൻ ഒക്കെ സെൻട്രലി ആക്ടിംഗ് മസിൽ റിലാക്സൻ്റ്. ഡാൻഡ്രോലിൻ സോഡിയമാണ് പെരിഫറലി ആക്ടിംഗ് മസിൽ റിലാക്സൻറ്റിന് എക്സാമ്പിൾ. എക്സാമ്പിൾ ഫോർ ആൻ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ. ഡയബറ്റിസിന് യൂസ് ചെയ്യുന്ന മെഡിസിനാണ്. അക്കാർബോസ്, മിഗ്ലിറ്റോള് ഇതൊക്കെയാണ് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ. സോ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. ഈ ഗ്ലിക്കാസൈഡും ഗ്ലൈബ്യൂറൈഡൊക്കെ സൾഫണൈൽ യൂറിയ ഡെറിവേറ്റീവ് ആണ്, അതും സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ ക്ലോർപ്രോപ്പമൈഡും ടോൾ ബ്യൂട്ടമൈഡും. മെഗ്ലിറ്റിനൈഡ് ഡെറിവേറ്റീവ് ആണ് നാറ്റിഗ്ലിനൈഡ്. ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ ഏതാണ്? മിഗ്ലിറ്റോൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കാൾഡ് ഇന്ത്യൻ ഗം? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സാഫ്രോൺ എന്നറിയപ്പെടുന്ന ടർമറിക്ക എന്ന് പറഞ്ഞു. ഇന്ത്യൻ ഗം എന്നറിയപ്പെടുന്ന ഏതാണ്? അക്കേഷ്യ. ഓപ്ഷൻ ഡി വരും. അല്ലെങ്കിൽ ഗുവാർ ഗം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഗുവാർ ഗം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമൾസിഫയേഴ്സ് ഹാവിംഗ് ആൻ ഹയസ്റ്റ് HLB വാല്യൂ? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. പെഗ് 400, സിട്രിമൈഡ്, സോഡിയം ലൊറൈൽ സൾഫേറ്റ്, സ്പാൻ 80. സോഡിയം ലൊറൈൽ സൾഫേറ്റിൻ്റെ HLB വാല്യൂ 40 വരും. സോ അതിനാണ് ഏറ്റവും കൂടുതൽ HLB വാല്യൂ ഉള്ളത്. ഓപ്ഷൻ സി വരും കറക്റ്റ് ആൻസർ.